ഹലോ, ഗുഡ് ഈവനിങ് എവ്രിവൺ. എന്തൊക്കെയുണ്ട്? നമ്മുടെ യൂണിക് ടോക്ക് 11 വേണ്ടിയുള്ള മറ്റു തിരക്കൊന്നൊക്കെ മാറി വന്നിരിക്കുകയാണല്ലേ. ഇന്ന് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എനർജിനെ കുറിച്ചുള്ളതാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് ഇല്ല, അവിഡൻസ് ഒന്നും അട്രാക്ട് ചെയ്യുന്നില്ല, കംപ്ലൈന്റ് ചെയ്യാറുണ്ടല്ലോ. പക്ഷെ ഇത് എന്തുകൊണ്ടാണെന്നുള്ളതേക്ക് നമ്മൾ ചിന്തിക്കലില്ലല്ലോ. നമ്മൾ പുറമേ കാണുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചിലതിന് ഇന്ന കാര്യം കൊണ്ട് അങ്ങനെയല്ലേ മനസ്സിലാക്കുക. എന്നാൽ എന്തുകൊണ്ടായിരിക്കും അതിന്റെ റൂട്ട് കോസ് നമ്മളെ ലൈഫിലേക്ക് അബണ്ടൻസും ഗ്രോത്ത് ഒക്കെ അട്രാക്ട് ചെയ്യാത്തതിന്റെ റീസൺ എന്താണെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് സാർ. ഒരു എന്താ പറയാ തോട്ട്ഫുൾ ആയിട്ടുള്ള സെഷൻ ആണെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ ചിന്തിച്ചു അങ്ങനെയൊക്കെ ഉണ്ടല്ലേ മനസ്സിലാക്കാട്ടാ. ഇങ്ങനെയൊക്കെ ഉണ്ട് ഒന്ന് കണക്ട് പേഴ്സണൽ ലൈഫുമായിട്ട് ഇങ്ങനെയൊക്കെ അല്ലേ എന്നുള്ള കാര്യങ്ങള് കുറച്ച് ആളുകളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാരും ഒന്നുകൂടെ വെൽക്കം ചെയ്യാന്ന് പറ്റുന്നവരൊക്കെ വരിക കേട്ടോ. നാളെ മോർണിംഗ് നമ്മുടെ നൂർജലിലൊക്കെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നവരുണ്ട്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും അഫ്സൽ സാർ പറയുമായിരിക്കും. വെൽക്കം സർ. താങ്ക് യു മിസ്റ്റർ, താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. ഇവിടെ ഓരോരുത്തരുടെ സമയം എല്ലാവരും തിരക്കുള്ള മനുഷ്യന്മാർ, അതിനിടയിൽ ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാൻ ഇവിടെ വന്ന് ഇരുന്ന് ഇത്ര സമയം നമ്മൾക്ക് വേണ്ടി അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആണെങ്കിൽ പോലും നമ്മളുടെ വാക്കുകൾ ശ്രവിക്കാൻ വേണ്ടി വന്നതിന് നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഇന്ന് എനിക്ക് ഫസ്റ്റ് എല്ലാ പ്രാവശ്യവും നമ്മൾ ചോദിക്കും പോലെ ഏതൊക്കെ ഡിസ്ട്രിക്റ്റ് എന്നാണ് ഓരോരുത്തരും ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണെന്ന്, കോഴിക്കോടാണോ മലപ്പുറമാണോ കണ്ണൂരാണോ ഒന്ന് പറയാൻ പറ്റും? ആദ്യം ഇതിൽ വരുന്നു ഷഹാൻ കെ മലപ്പുറം, ഷാജ പാലക്കാട്, റൂഹി ബാനു മലപ്പുറം. ബാക്കിയുള്ളവരോട് ഒന്ന് പറയാൻ പറ്റുമോ? ഫാത്തിമ ഷാന മലപ്പുറം, ഫൗസിയ മാം ഉണ്ടല്ലേ തൃശ്ശൂര്, തസ്ലിമ മലപ്പുറം, ഹാനിയ കാസർഗോഡ്, ഫാത്തിമ മലപ്പുറം. കുറെ ആൾക്കാരുണ്ട്. ഉമ്മൈമത്ത് മാം മലപ്പുറം. കുറെ ആൾക്കാരുണ്ടല്ലോ. മുബീന മാം. സർ ഗുഡ് ഈവനിങ്. ഞാൻ പ്രത്യേകം എന്നെ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം സാർക്ക് മലപ്പുറത്താണെന്ന് അറിയാം. സാർ ഒരുപാട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 പോയത്. ഓക്കെ ഓക്കെ മനസ്സിലായി. ഓക്കെ. മുബീന മാം മലപ്പുറം. ഹാനിയ മാം ഓക്കെ കാസർഗോഡ് അല്ല, KSA എന്നല്ല, കിങ്ഡം ഓഫ് സൗദി അറേബ്യ അല്ലേ പറഞ്ഞത്. സോറി ഞാൻ വായിച്ചു മാറിപ്പോയ. ഓക്കെ, ഏതായാലും റെസ്പോണ്ട് ചെയ്തവർക്കൊക്കെ നന്ദി, ഒരുപാട് വീണ്ടും നന്ദി അറിയിക്കുകയാണ്. ഫുള്ള് നന്ദിന്റെ കളിയാണല്ലോ. ഏതായാലും താങ്ക് യു. ഹാനിയ മാം ഓക്കെ. ഇന്ന് എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, നമ്മളുടെ ലൈഫിൽ ഇപ്പോ നമ്മളെ വീട്ടിലിപ്പം ഭാര്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭർത്താവ് ആയിക്കോട്ടെ, വീട്ടിൽ ആരെങ്കിലും ചായ ഉണ്ടാക്കി കൊടുക്കാറില്ലേ? അപ്പം ചിലപ്പം ഭാര്യ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ വീട്ടിൽ ആരാണോ ഉള്ളത് അവര് ചായ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ ചായ കൊണ്ട് തരുന്ന സമയത്ത് പല സമയത്തും നമ്മൾ കേൾക്കാറുണ്ട്. ഫസ്റ്റ് ടൈം ജോയിനിങ് ദിസ്. ഓക്കെ. ചായ കൊണ്ടുതരുന്ന സമയത്ത് നമ്മൾ പല സമയത്ത് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കും. ഒന്നെങ്കിൽ ഫാദർ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളായിരിക്കും വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. എന്ത് ഇതില് മധുരം കുറവാണല്ലോ, അല്ലെങ്കിൽ ഇത് ഞാൻ മുന്നൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതൊരു കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ മധുരം കുറവാണല്ലോ, അല്ലെങ്കിൽ ഇതിൽ കുറച്ച് മധുരം കൂടുതലാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പൊടി കുറവാണല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു കുറ്റം പറയുന്ന കേൾക്കാറുണ്ട് അല്ലെ. ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരാളിങ്ങനെ ചായ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ലൈഫിൽ വരുന്ന സമയത്ത് കടുപ്പം കൂടി കുറഞ്ഞു അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് നമ്മൾ ഓരോരുത്തര് വീട്ടിൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന ഓരോരുത്തർ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ഫാദറോ അല്ലെങ്കിൽ ബ്രദേഴ്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ സംസാരിക്കുന്നത് കേൾക്കാൻ മതി. ഞാനിത് ചോദിക്കാൻ കാരണം എന്താ അറിയോ, ഇങ്ങനെ ഒരു സന്ദർഭം, ഒരാളിപ്പം ആരാണോ ചായ ഉണ്ടാക്കിയത്, ആ ചായ ഉണ്ടാക്കി തന്ന ആളുടെ എഫേർട്ടിന് ഒരു വാല്യൂ കൽപ്പിക്കുന്നതിന് പകരം അവര് ഇപ്പം വെള്ളം ചൂടാക്കുകയാണെങ്കിലും അതേപോലെ പൊടിയിട്ടിട്ടാണെങ്കിലും അങ്ങനെ ഒരുപാട് പ്രോസസ്സ്, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും
അങ്ങനെ ഒരു പ്രോസസ്സ് നമ്മൾക്ക് വേണ്ടി ചെയ്ത് തന്ന അവരോട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ എഫേർട്ടിന് വാല്യൂ കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? നേരെ അതിലുള്ള കുറ്റം മാത്രം കണ്ടിട്ട് ആ കുറ്റം മാത്രം എടുത്തു പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. പല ആളുകൾക്കും ഉള്ള ഒരു സ്വഭാവമാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു തരുന്ന ഒരാളോട് നമ്മൾ കുറ്റം മാത്രം എടുത്തു പറയുന്ന ഒരു സ്വഭാവം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു കാര്യം അവർക്ക് നമ്മളോട് ചെയ്തു തരാൻ ഒരു സന്തോഷം ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിൽ ഒരു എന്താ ആ കാര്യം ചെയ്യുമ്പം ഇയാളെ കുറ്റം കേൾക്കാനല്ലേ, അല്ലെങ്കിൽ അവളെ കുറ്റം കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനിത് ചെയ്യുന്നത്. ഇപ്പൊ എന്തായിക്കോട്ടെ, നമ്മളിപ്പോ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുകയാണ് ആർക്കെങ്കിലും, അപ്പൊ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്താൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു യാത്ര പോവാണ്, ഇപ്പൊ യാത്ര പോവാൻ ഇത് എന്ത് സ്ഥലം, ഇതൊന്നും ഒരു വൃത്തിയില്ലല്ലോ, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഇത് തീരെ വാല്യൂ ഇല്ലാത്ത ഗിഫ്റ്റ് ആണല്ലോ എന്നുള്ള രീതിയിൽ കുറ്റത്തിലേക്ക് ആ ചെറിയ എഫേർട്ട് ആണെങ്കിൽ ആ എഫേർട്ടിന് വാല്യൂ കൊടുക്കാതെ നിസ്സാരമായി കാണും, മീൻസ് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലേ എന്നുള്ള ഭാവം. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ ഭാവം. അതെ. അപ്പോ ഇതേപോലെ നമ്മൾ ആ കുറ്റകരമായിട്ടുള്ള കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കുന്നതിന് പകരം ആ എടുത്തിട്ടുള്ള എഫേർട്ടിനുള്ള ഒരു വാല്യൂ, ഫസ്റ്റ് ഓഫ് ഓൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ആദ്യം നിങ്ങൾ ചെയ്ത് ഇപ്പം ചായ കൊണ്ടു തന്നിട്ട് താങ്ക് യു ട്ടോ, അല്ലെങ്കിൽ ആ ചെയ്ത് തന്നതിനൊരു നന്ദിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിരിയെങ്കിലും കൊടുത്തതിന് ശേഷം അത് കുറച്ച് ആദ്യം അതിനെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞതിന് ശേഷം നമ്മളിപ്പോ പറയാണ് ഇതിൽ കുറച്ച് മധുരം കുറഞ്ഞു നോക്കിയിട്ടോ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഒന്ന് നോക്കിയാൽ മതി, പ്രശ്നമൊന്നുമില്ല, പ്രാവശ്യം സീറോ, അങ്ങനെ ആ രീതിയിൽ നമ്മളൊന്ന് രണ്ടാമത്തെ നേരിട്ട് അതിനെപ്പറ്റി കുറ്റം പറഞ്ഞതിന് പകരം ആദ്യം ഒന്ന് അതിന്റെ നല്ല വശം പറഞ്ഞതിന് ശേഷം ഈ ഒരു കാര്യം അതിൽ ഡിഫക്റ്റ് പറയാൻ നമ്മൾ റെഡി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബന്ധങ്ങളിൽ കുറച്ചും കൂടെ ഊഷ്മളത ഉണ്ടാവും. ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ, നമ്മളുടെ ലൈഫിൽ ഇതേപോലെ നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ലൈഫിലേക്ക് ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും ഇപ്പം പല ആളുകളുടെ ജീവിതത്തിലേക്കും സമ്പത്ത് ആകർഷിക്കപ്പെടാത്തതിനുള്ള ഒരു കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതേപോലെ നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ സൃഷ്ടാവാണ് നമ്മൾക്ക് എല്ലാ സമ്പത്തും എല്ലാ സൗകര്യങ്ങളും ഒക്കെ തരുന്നത്. പക്ഷെ ഒരുപാട് സമയങ്ങളിൽ നമ്മൾക്ക് കിട്ടിക്കൊണ്ട് നിൽക്കുന്ന അനുഗ്രഹങ്ങളിൽ നമ്മൾ അതിനെ കൊടുക്കേണ്ട വാല്യൂ കൊടുക്കാത്ത അവസ്ഥ കാണാറുണ്ട്. ഞാൻ പറയുന്ന ഓഡിബിൾ ആണല്ലോ അല്ലെ? നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ? ഞാനിപ്പോ വീട്ടിലല്ല ഉള്ളത്. ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ. ഞാനിത് പറയാം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഊർജ തലമുണ്ട്. ഓരോരുത്തർക്കും ഓരോ പ്രൊഡക്റ്റിനാണെങ്കിലും ഓരോ മനുഷ്യന്മാർക്കാണെങ്കിലും ഒക്കെ ഒരു ഊർജ്ജതലം, ഒരു എനർജി ഉണ്ട് എല്ലാ സാധനങ്ങൾക്കും. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു 10 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരാളുടെ എനർജി ലെവല് ഒരു 10,000 രൂപ ശമ്പളം വാങ്ങുന്ന ആളുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. കാരണം ആ 10 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ആൾക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ എനർജി വൈസ് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള അറിവുകളും അതേപോലെ എക്സ്പീരിയൻസും നേടിയെടുക്കുന്ന സമയത്ത്, അതേപോലെ നല്ല ശീലങ്ങളും നല്ല ചിന്താഗതിയും കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാർക്കാണ് ഓട്ടോമാറ്റിക്കലി ആ ഒരു എനർജി വൈസ് അവർക്ക് അബണ്ടൻസിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് പറയാൻ പോണത് ഓരോരുത്തരുടെ ലൈഫിലേക്കും ഈ അബണ്ടൻസിനെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിലേക്ക് വരേണ്ട സമ്പത്ത് നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന കുറച്ച് ശീലങ്ങളാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോരുത്തരും മിക്ക ആൾക്കാരും ഫോളോ ചെയ്യുന്ന കുറച്ച് ശീലങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, പക്ഷെ അതിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ഉള്ളതിന് നന്ദി കാണിക്കുമ്പോൾ നമ്മളിപ്പം നമ്മൾ ഖുറാനിക്ക് നമ്മളെ വേദഗ്രന്ഥങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും എന്ന് പറഞ്ഞൊരു ആയത്തുണ്ട്. എന്താ പറഞ്ഞാല് ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ എന്ന് നമ്മളെ വേദഗ്രന്ഥങ്ങളിൽ വരെ പറയാം. അതെല്ലാം ഇപ്പം ഭഗവത്ഗീത ആയിക്കോട്ടെ, ബൈബിൾ ആയിക്കോട്ടെ, ഖുറാൻ ആയിക്കോട്ടെ, എല്ലാത്തിലും സെയിം സംഭവം പറയുന്നുണ്ട്. ഇപ്പൊ എന്താ സംഭവം? നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് നന്ദി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിൽ വർധനവ് കിട്ടൂ. അല്ലാതെ നമ്മൾ നന്ദികേട് കാണിച്ച് ഞാനിപ്പോ ചായന്റെ എക്സാമ്പിൾ പറഞ്ഞ പെട്ടെന്ന് എല്ലാവരും കണക്ട് ചെയ്യാൻ വേണ്ടിയാ. ഇതേപോലെ ഇപ്പൊ ഒരു ഭാര്യനോടോ അല്ലെങ്കിൽ ഉമ്മനോടോ അല്ലെങ്കിൽ ഇപ്പം ഭർത്താവ് ആരാണോ ചായ ഉണ്ടാക്കുന്നത് അവരോട് നമ്മൾ നന്ദികേട് കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ സൃഷ്ടാവിനോട് നമ്മൾ കാണിക്കുന്ന നന്ദികേടില് നമ്മളുടെ യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ യൂണിവേഴ്സിൽ ഒരുപാട് ടൈപ്പ് ഓഫ് എനർജികളുണ്ട്. ആ എനർജികളെ നമ്മൾ റെസ്പെക്ട് അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന അബണ്ടൻസിനെ കുറയ്ക്കും. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് സമ്പത്തിന് വരാൻ ആഗ്രഹം ഉണ്ടാവില്ല. കാരണം എന്താ?
അങ്ങനത്തെ ആളുകളുടെ ലൈഫിലേക്ക് സമ്പത്ത് എത്തിക്കഴിഞ്ഞാൽ അതിന് വേസ്റ്റ് ചെയ്യപ്പെടും, അതിന് കൊടുക്കേണ്ട വാല്യൂ കൊടുക്കൂല എന്ന് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ ആ സമ്പത്തിന് അല്ലെങ്കിൽ പണത്തിന് നമ്മളുടെ ലൈഫിലേക്ക് വരാൻ മടി ഉണ്ടാവും. എന്തൊക്കെ ശീലങ്ങളാണെന്നുള്ളത് ഞാൻ ഇന്നൊരു സ്ലൈഡ് വെച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് നോട്ട് ചെയ്യാനൊക്കെ പറ്റും നമ്മളുടെ ലൈഫിൽ. റഷീദ് സാറൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഗുഡ് ഈവനിങ് സർ. ഏതായാലും ഞാനൊരു സ്ലൈഡ് വെച്ച് പറഞ്ഞുതരാം. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും എന്തൊക്കെ രീതിയിലാണ് നമ്മളുടെ ഓരോരുത്തരും നമ്മളുടെ ലൈഫിൽ പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതിന് വാല്യൂ കുറച്ച് കാണുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ വേസ്റ്റേജ്, അല്ലെങ്കിൽ ഞാൻ ഒരു സ്ലൈഡ് ഷെയർ ചെയ്യുന്ന കുറച്ചും കൂടെ ഈസി ആയിരിക്കും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സ്ലൈഡ് കാണാലോ അല്ലെ? കാണുന്നുണ്ട്. ഓക്കെ. നമ്മൾ എനർജി വേസ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. അപ്പോൾ ഈ എനർജി വേസ്റ്റേജ് നമ്മളുടെ ലൈഫിൽ ഒരുപാട് മേഖലകളിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞ നമ്മളുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം, അപ്പം ഒരു കുറ്റം പറയുന്ന കാര്യമാണെങ്കിൽ പോലും ആ ഒരാൾ എടുത്തിട്ടുള്ള എഫേർട്ടിന് നമ്മൾ ആ എനർജിക്ക് നമ്മൾ റെസ്പെക്ട് കൊടുക്കാത്തത് പോലെ തന്നെ നമ്മളുടെ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അടുത്ത് സംസാരിക്കാൻ പോകട്ടോ. ഒന്നാമത്തെ നമ്മളുടെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇത് നമ്മളുടെ എനർജി വൈസ് അല്ലെങ്കിൽ ഊർജ തലത്തിൽ നമ്മളുടെ ലൈഫിലേക്ക് നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും സോൾവ് ആയി കിട്ടാത്തതിന്റെ കാരണമാകുന്നുണ്ടെന്ന് ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ടാവും. അതിന് വേണ്ടിയിട്ട് പറയാണ്. ഒന്നാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സമയത്ത് നമ്മൾ ആവശ്യമില്ലാതെ ലൈറ്റുകൾ ഓൺ ആക്കിയിട്ട് പോകാറുണ്ട്. ഇപ്പം വീട്ടിലിപ്പം ഒരു റൂമിൽ ഇപ്പം ആളില്ലെങ്കിൽ ഇപ്പം മക്കൾ ഗെയിം കളിക്കുക അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആ മക്കൾ പുറത്ത് കേട്ടെങ്കിലും പോയിണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പം ഫാനും ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, താഴോട്ട് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ടാവും. അങ്ങനെ ഒരു ശീലം പല വീട്ടിലും ഉണ്ടാവാറുണ്ട്. എല്ലാവരും ചെയ്യുന്നുണ്ട് നല്ലതായിട്ട് ഞാൻ പറയുന്നത്, ഞാനും ശ്രദ്ധിക്കാറില്ലായിരുന്നു ഇതിനെക്കുറിച്ച്. പക്ഷേ ഓരോ സമയത്തും നമ്മൾ ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ ലൈറ്റുകൾ ഓൺ ആക്കി വെച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ താഴെ പോയി വരുമ്പോഴത്തേനുണ്ടല്ലോ, അത് ശരിക്ക് ആ ചെറിയൊരു സമയം കൊണ്ട് തന്നെ നമ്മളുടെ ലൈഫിൽ 10 രൂപ അല്ലെങ്കിൽ 5 രൂപ നമ്മളുടെ എനർജി എത്രയാണോ ആ ഇലക്ട്രിസിറ്റി ചാർജ് വരുന്നത് അത് നമ്മൾ ശരിക്കും നമ്മളുടെ ലൈഫിൽ വേസ്റ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് നമ്മൾ പണത്തിന് കൊടുക്കേണ്ട വാല്യൂ കൊടുക്കുന്നില്ല. ഒരു എക്സാമ്പിൾ ആട്ടോ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പം ഇതേപോലെ ഇപ്പം നമ്മളെ വീട്ടിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ വെള്ളം ചൂടാക്കുന്നുണ്ടാവും ഒരുപാട് നേരം. ഇപ്പം വെള്ളം ചൂടായിട്ടും ഒരുപാട് ഹീറ്ററിനൊക്കെ ഭയങ്കര ഇതാണ്, ദാറ്റ് മീൻസ് ഇലക്ട്രിസിറ്റി ചാർജ് ആണ് വരുന്നത്. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കാതെ ഒരുപാട് സമയം ആവശ്യത്തിലധികവും വെള്ളം ചൂടാക്കിയിട്ട് ആ കറണ്ട് വെറുതെ കത്തിച്ച് ഒഴിവാക്കുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം ഞാൻ നിങ്ങൾ പിശുക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാത്തിലും ഭയങ്കര ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ അങ്ങനെ ഒന്നല്ല പറയുന്നത്. പക്ഷെ ഈ കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ നമ്മളായിരിക്കില്ല ചിലപ്പം ബില്ലടിക്കുന്നുണ്ടാവുക, പക്ഷെ എന്നാൽ പോലും ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതോട് കൂടി നമ്മളുടെ ലൈഫിലേക്ക് പണത്തിന് വരാനുള്ള ഒരു എനർജി വൈസ് നമ്മൾ അട്രാക്ട് ചെയ്യൂല. കാരണം എന്താ അറിയോ, ഒരു പ്രാവശ്യം നമ്മളിപ്പോ ഒന്നല്ല ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഇതേപോലെ നമ്മളിപ്പം കുറച്ചു നേരം ലൈറ്റ് ഓൺ ആക്കിയിടുക അല്ലെങ്കിൽ AC ഓൺ ആക്കിയിടുക ഫാൻ ഓൺ ആക്കിയിടുക എന്നുള്ള കാര്യം ചെയ്യുമ്പോൾ അത് ശരിക്ക് കോമ്പൗണ്ടിങ് എഫക്ട് പ്രകാരം നമ്മളിപ്പോ ഒരു മാസമൊക്കെ കമ്പൈൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് രൂപ നമ്മളിപ്പോ ശരിക്കും അത് മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന കറണ്ട് ബില്ലിനെ മണിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഒരുപാട് പണം നമ്മൾ അങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. ഇതേപോലെ തന്നെയാണ് ഇപ്പം മെയിൻ്റനൻസിന് സമയമായിട്ടുള്ള അപ്ലയൻസസ് ഉണ്ടാവും ഒരുപാട്. ഇപ്പൊ ഫ്രിഡ്ജ് ആയിക്കോട്ടെ AC ആയിക്കോട്ടെ അത് പ്രോപ്പർ ആയിട്ട് കറക്റ്റ്. ഇപ്പം ഞങ്ങൾ ഓഫീസിലൊക്കെ ചില സമയത്ത് AC മെയിൻ്റനൻസിന് സമയം തെറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് കൂടുതൽ എഫേർട്ട് എടുത്ത് എനർജി യൂസ് ചെയ്യണം കൂളിംഗ് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ 16-ലും 17-ലും അങ്ങനെയൊക്കെ ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കറണ്ട് ബിൽ ഒരുപാട് അത് നമ്മൾ ശരിക്കും നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ AC ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര പൈസയോ അല്ലെങ്കിൽ ഇത്ര എക്സ്പെൻസോ അവിടെ വരൂല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇൻഎഫിഷ്യന്റ് ആയിട്ട് അപ്ലയൻസസ് ഉണ്ടെങ്കിൽ അത് ലൈഫിൽ നിന്ന് കഴിയുന്നിടത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ ശ്രമിക്കുക.
ഇതേപോലെ തന്നെയാണ് വേറെ എന്തെങ്കിലും ഇപ്പൊ എയർ കണ്ടീഷനിങ്ങിലൊക്കെ ചിലപ്പം ചെറിയ ഇപ്പം ഡോറിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ഒക്കെ ഒരുപാട് ഇപ്പൊ ഇൻസുലേഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ ഇപ്പം ഡോർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ജനാല അല്ലെങ്കിൽ വിൻഡോസ് ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യുക. കാരണം ഒരു AC ഏത് അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന വീടുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒരുപാട് വേസ്റ്റേജ് വരാൻ സാധ്യത. അതൊക്കെ നമ്മൾ കറണ്ട് ബില്ല് കൂടുന്നുള്ളത് മാത്രമല്ല കേട്ടോ, ഓട്ടോമാറ്റിക്കലി നമ്മളുടെ എനർജി വൈസ് അത് ബാധിക്കുന്നുണ്ട്. നമ്മളുടെ ലൈഫിലേക്ക് പണത്തിന് വരാനുള്ള ഒരു ഇഷ്ടം ഒഴിവായി പോകുന്നുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതേപോലെ തന്നെ കീപ്പിംഗ് ഡിവൈസസ് ലൈക്ക് TVs, ചാർജസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് പ്ലഗ്ഡ് വെൻ നോട്ട് ഉപയോഗിക്കപ്പെടാത്ത സമയത്തും ഇപ്പോൾ TV ഓൺ ആക്കിയിടുക, അല്ലെങ്കിൽ ചാർജറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ നമ്മൾ ഈ കറണ്ടിൽ നിന്ന് എടുത്ത് ഒഴിവാക്കുന്നതിന് പകരം നമ്മുടെ വയർ ഒഴിവാക്കി ഇടുന്നതിന് പകരം അത് എല്ലാ സമയത്തും ആ കീയിൽ തന്നെ വെച്ചിട്ട് ഫുൾ ടൈം എനർജി ഇങ്ങനെ ആ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അപ്പം ഇതും നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരു വേസ്റ്റേജ് ചെയ്യുന്ന കാര്യം. നമ്മൾ ജസ്റ്റ് വീട്ടിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലും കണക്ട് ചെയ്യാൻ തോന്നിയോ? ഇപ്പം മീൻസ് നമ്മളിലെ ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മളുടെ ലൈഫിൽ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എന്നുള്ള ആർക്കെങ്കിലും ഫീൽ ചെയ്തോ? ഞാൻ ജസ്റ്റ് ഒരു വീട്ടിലത്തെ കാര്യം മാത്രമാണ് സംസാരിച്ചതെന്ന് അറിയാം. ശരിയാണ്. വളരെ ശരിയാ. അബീന മാം. വളരെ ശരിയാ. ശ്രദ്ധിക്കാറേ ഇല്ല എപ്പോഴും. അതെ അതെ എപ്പോഴും പറയും. പറയാറുണ്ട് അല്ലേ? ഇപ്പോഴും പോകുമ്പോ പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ. പറയാറ് ഇപ്പോഴും പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ. ലൈറ്റ് ഒക്കെ ഓഫ് ആക്കിയെന്ന് പറഞ്ഞിട്ട്. അതന്നെ അത് നമ്മൾ അധികം ആൾക്കാർ അത് ശ്രദ്ധിക്കാതെ, അത് ശരിക്കും എന്താ അറിയോ, നമ്മൾ നന്ദികേട് കാണിക്കുകയാണ് അത് ചെയ്യുന്നത്. നമുക്ക് പറയുമ്പോൾ അതിലിപ്പോ എന്താ ഒരു ചെറിയൊരു പൈസ അല്ലേ പോകും, അങ്ങനെ ചിന്തിക്കുക. നമ്മള് മണി എന്ന് പറയുന്ന അല്ലെങ്കിൽ പണം എന്ന് പറയുന്ന കാര്യത്തിന് നമ്മൾ റെസ്പെക്ട് ചെയ്യാതിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അങ്ങനെ റെസ്പെക്ട് കുറയുന്ന സമയത്ത് നമ്മളുടെ ലൈഫിലേക്ക് ആ പണത്തിന് വരാൻ തീരെ ഇഷ്ടം ഉണ്ടാവില്ല. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമ്മൾ എങ്ങനെ പൈസ സേവ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ സേവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. കാരണം നമ്മളടുത്ത് പണത്തിന് നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ല എനർജി വൈസ്. അപ്പൊ ഇതൊരു പോയിന്റ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? പറഞ്ഞോളൂ. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട്, ഇടയ്ക്ക് കട്ടാവണ്ട, അതാ വീഡിയോ മോഡിൽ വരാത്ത. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണ ഒരു കാര്യം, അത് മണി എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടായിരുന്നില്ല. ഇത് എനർജി റിസോഴ്സസ് ആണല്ലോ. നമ്മളെ ബയോളജിക്കൽ ആയിട്ടുള്ള കുറെ റിസോഴ്സസ് കാര്യങ്ങൾ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരുപാടുണ്ട്. അപ്പൊ അത് പെട്രോൾ ആണെങ്കിലും എന്താണെങ്കിലും. അപ്പൊ അത് ഫ്യൂച്ചർ ജനറേഷൻ നമ്മളിങ്ങനെ എല്ലാം യൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വേസ്റ്റേജും ആണ് കുറെയൊക്കെ. പിന്നെ അത് ഫ്യൂച്ചർ ജനറേഷൻ ഉണ്ടാവൂല എന്നുള്ളൊരു സംഭവം വെച്ചിട്ട് എപ്പോഴും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേട്ടതാണ്. അതിങ്ങനെ ഉള്ളിൽ കയറിയതുകൊണ്ട് മാക്സിമം വേസ്റ്റേജ് കുറക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കലുണ്ട്. അപ്പൊ അത് കറണ്ട് ആണെങ്കിലും വെള്ളമാണെങ്കിലും എന്താണെങ്കിലും. അത് പലപ്പോഴും വീട്ടിലൊക്കെ വഴക്കുണ്ടാവുകയും ചെയ്യും. ഞാനിങ്ങനെ എല്ലാരും പിന്നാലെ നടന്നിങ്ങനെ പറയും അത് ചെയ്യരുത് എന്ന്. അപ്പൊ എനിക്ക് പെട്ടെന്ന് സാറ് പറഞ്ഞപ്പോ അതാ തോന്നി. അത് ഇപ്പൊ സാറ് പിശുക്ക് എന്നുള്ളതല്ല, നമ്മള് ഖുർആനിൽ തന്നെ പറയണ്ടല്ലോ, സൂക്ഷ്മത വേണം, സൂക്ഷിച്ചു വേണം എല്ലാത്തിനും ഉപയോഗിക്കാൻ എന്നുള്ളത്. അപ്പൊ അത് എപ്പോഴൊക്കെയോ ചെറുപ്പത്തിൽ കയറിയ ഒരു സാധനമാണ്. അങ്ങനെ അതന്നെ അത് എന്റെ ലൈഫിലൊക്കെ ഇപ്പം ഫൗസിയ മാം പറഞ്ഞ പോലെ എന്റെ ഫാദർ ആ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എല്ലാം ചീത്തയൊക്കെ ആയിരുന്നു. ഇപ്പം വെറുതെ ലൈറ്റ് ഓൺ ആക്കിയിട്ട് പോകുക. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പൊ അത് പറയുന്നത്. കറണ്ട് ബില്ല് കുറയ്ക്കാന്നുള്ള ഉദ്ദേശം മാത്രമല്ല, നമ്മള് ഇപ്പം എന്താണ് നമ്മളുടെ ലൈഫിലേക്ക് കിട്ടുന്നത് അതിന് നമ്മളൊരു നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ ഈ യൂണിവേഴ്സ് ക്രിയേറ്റർക്ക് നമ്മളുടെ ലൈഫിലേക്ക് അത് വീണ്ടും തരാൻ ആഗ്രഹം ഉണ്ടാവില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചായ ഉണ്ടാക്കി തരുന്ന സമയത്ത് അതിന്റെ കുറ്റങ്ങളും അതിന് മാന്യത അതിന് കൊടുക്കേണ്ട റെസ്പെക്ട് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മളുടെ ലൈഫിലേക്ക് വരല് കുറയും. അപ്പോ ഇതേപോലെ ഓരോരുത്തരും ആ ഒരു ഏരിയ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനെ വേസ്റ്റേജ് മാക്സിമം കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതേപോലെ തന്നെ മറ്റുള്ള എനർജികളാണ്. ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എന്ത്? ടൈം. ഇപ്പം എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നത്തെ ഈ ദിവസം നമ്മൾ എത്ര സമയം നമ്മളുടെ വെറുതെ ഇപ്പൊ റീല് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇപ്പം ഗെയിം കളിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പൊ സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സമയം വേസ്റ്റേജ് എത്ര ആളുകൾ ചെയ്തിട്ടുണ്ടാവും?
നമ്മൾക്ക് എല്ലാവരുടെ ജീവിതത്തിലേക്കും എല്ലാവർക്കും 24 മണിക്കൂറും 1440 മിനിറ്റും 86,200 സെക്കൻഡുമാണ്. എല്ലാവർക്കും സെയിം രീതിയിലാണ് കിട്ടുന്നത്. പക്ഷെ അത് ആരാണോ ഏറ്റവും ഇപ്പൊ നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന 24 ആൾക്കാർ ഇവിടെ കാണും. 24 ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ആളുകൾ ഈ ഒരു സമയം ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു അറിവ് കിട്ടിയാൽ സ്വീകരിക്കാലോ എന്ന് വിചാരിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഈ പ്രോഗ്രാമിനെ ഈ ഒരു ക്ലാസ്സിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇത് നമ്മളുടെ 11ാമത്തെ യൂണിക് ടോക്സ് ആണ്. എല്ലാ ആഴ്ച ഇപ്പൊ 11 ആഴ്ചയായിട്ട് അൽഹംദുലില്ലാ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നാളെ നമ്മുടെ യൂണിക്നെസ് ഫെസ്റ്റ് 2ാമത്തെ യൂണിക്നെസ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് കോഴിക്കോട് സീസൺ ഹോട്ടൽ വെച്ച്. അപ്പൊ ഞാൻ അവിടെ ആ ഹോട്ടലിലാണുള്ളത്, ഇവിടെ റൂമിലാണുള്ളത്. അപ്പൊ ഞാനിത് പറയാൻ കാരണം ഉണ്ടല്ലോ, സമയം എന്ന് പറയുന്ന കാര്യം നമ്മൾ എത്രത്തോളം ലൈഫിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളുടെ ലൈഫിൽ നല്ല മാറ്റങ്ങളും അബണ്ടൻസും അട്രാക്ട് ചെയ്യപ്പെടും. പക്ഷെ നമ്മൾ എനർജി വൈസ് നോക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, ടൈം ആയിക്കോട്ടെ, വെള്ളം ആയിക്കോട്ടെ, ഗ്യാസ് ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇവിടെ ആരാ മ്യൂട്ട് ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ആക്കണേ. ഓക്കെ. അപ്പൊ ഇതേപോലെ സമയമായിക്കോട്ടെ, നമ്മളുടെ സമയം, അതേപോലെ ഇലക്ട്രിസിറ്റി, അതേപോലെ വെള്ളം, അതേപോലെ ഈ മറ്റെന്താണ് ഫ്യൂവല്, ഇപ്പം പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഒരുപാട് ആളുകൾ അധിക സമയത്തും നമ്മളിപ്പം ഒരു സ്ഥലത്ത് നിർത്തിയിട്ടായിരിക്കും നിർത്തിയിട്ട സമയത്തും ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലെങ്കിലും വെറുതെ AC ഒക്കെ ഓൺ ആക്കിയിട്ടിട്ട് കാറിൽ തന്നെ ഇരിക്കും. കുറച്ചു നേരം അങ്ങനെ ഇരിക്കലോ ആണ്. നമ്മൾ പുറത്തേക്ക് കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതും നമ്മൾ ഒരുപാട് സമയം ചിലപ്പോൾ അറിയാതെ ഫോണിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഒരുപാട് അങ്ങനെ അതും ഒരു എനർജി വൈസ് ആണല്ലോ, എനർജി ആണല്ലോ ശരിക്കും ഫ്യൂവല് നഷ്ടപ്പെടുത്തുന്നത് പറയും. ഇതേപോലെ നമ്മളുടെ ലൈഫിൽ ഒരുപാട് ഇപ്പം ഒരു പാത്രം കഴുകാനായിക്കോട്ടെ, കുളിക്കാനായിക്കോട്ടെ, നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വെള്ളം എന്നുള്ള ഒരു എനർജി ശരിക്കും നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിന് വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ നമ്മളെ അബണ്ടൻസിന് അട്രാക്ഷൻ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. വെള്ളമാണെങ്കിൽ പോലും വെള്ളമാണെങ്കിലും ടൈം ആണെങ്കിലും നമ്മൾ ആദ്യം സംസാരിച്ച പോലെ നമ്മളെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ആണെങ്കിലും ഒക്കെ ഇത് എത്രത്തോളം നമ്മൾ ലൈഫിൽ അത് വേസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് അട്രാക്ഷൻ കുറയും. ഇതേപോലെ തന്നെയാണ് ഭക്ഷണങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര ഭക്ഷണമായിരിക്കും ഒരു ദിവസം ഒരു വീട്ടിൽ വേസ്റ്റ് ചെയ്യുന്നത്? ആവശ്യത്തിലധികം ഉണ്ടാക്കിയിട്ട് ചില മക്കൾ ഇപ്പം വീട്ടിൽ നിന്ന് കഴിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പം കഴിച്ചാലും ഒരുപാട് ബാക്കി വരുന്നുണ്ടാവും. ചില വീട്ടിലൊക്കെ ഇപ്പം പൂച്ചകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കിളികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇപ്പം കോഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാൻ ബാക്കി ഉണ്ടായേക്കാം. പക്ഷെ അല്ലാത്ത വീട്ടിൽ ഒരുപാട് ഭക്ഷണം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഭൂലോകത്ത് ഏകദേശം 800 കോടി മനുഷ്യന്മാരുണ്ട് മൊത്തത്തില്. അതിൽ കേരളത്തിൽ മാത്രം 3.5 കോടി ആൾക്കാരുണ്ട്. അപ്പോ 36 ലക്ഷം ആൾക്കാർ, 36 ആണോ 3.5 കോടി, അല്ല 3.5 കോടി തന്നെ കേട്ടോ. 3.5 കോടി ജനങ്ങൾ, 3.5 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ. മൊത്തത്തിൽ 140 കോടി, അതിൽ 3.5 കോടി ജനങ്ങൾ കേരളത്തിലാണ്. നിങ്ങൾ ആ മനുഷ്യന്മാരെ മൊത്തം എടുക്കണമെന്നില്ല, നിങ്ങളെ ചുറ്റുവട്ടത്തൊന്ന് നോക്കിയാൽ, നിങ്ങളെ കുടുംബക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ കൂടെയുള്ള ആൾക്കാരിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ തന്നെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ളത് ഒരുപാട് മനുഷ്യന്മാരുള്ള ഒരു ലോകത്താണ് നമ്മൾ ഒരാവശ്യമില്ലാതെ കുറെ ഭക്ഷണം എടുത്ത് ഇങ്ങനെ ഒഴിവാക്കുക ഓരോ ദിവസവും. അത് ശരിക്കും നമ്മൾ അതിലേക്ക് ഒന്ന് സൂക്ഷ്മത പുലർത്തിയാൽ നമുക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള ഭക്ഷണം മാത്രം ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഒരു ചപ്പാത്തിയോ ഒരു പത്തിരിയോ അങ്ങനെ എക്സ്ട്രാ ഉണ്ടാക്കുന്നതിന് പോലെ ഒരുപാട് അങ്ങ് ഉണ്ടാക്കിയിട്ടിട്ട് അതങ്ങ് വേസ്റ്റ് ആക്കി ഒരു കാര്യമില്ലല്ലോ ലൈഫിൽ. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, സമയമായിക്കോട്ടെ, വെറുതെ സിനിമ കണ്ടിട്ടും വെറുതെ ഇപ്പം മറ്റുള്ള വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് സമയം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ആ സമയത്ത് എന്തെങ്കിലും ഒന്ന് പഠിക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഒരു പുതിയ അറിവ് നേടാനോ, എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനോ, ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിനെ പറ്റി യൂട്യൂബിൽ നോക്കിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. വെറുതെ തന്നെ ഏതോ സിനിമയും കണ്ടിരിക്കുന്നതിന് സമയം. സിനിമ കാണുന്നത് മോശം, അല്ലെങ്കിൽ അതിനെ ഞാൻ കുറ്റം പറയും. ചില ആൾക്കാർക്ക് സിനിമയിലൂടെ ഒരുപാട് പഠിക്കുന്ന ആൾക്കാർ, ഇപ്പൊ മൾട്ടിമീഡിയ ആ ഏരിയയിൽ മീഡിയ ടീമുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ആ ഏരിയയിലായിരിക്കാൻ പോണത്.
പക്ഷെ ആവശ്യമില്ലാണ്ട് ഇപ്പൊ ഗെയിം കളിച്ചിരിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ സിനിമ കണ്ടിരിക്കുക, അല്ലെങ്കിൽ അതേപോലെ ഇപ്പം വെറുതെ ഒരുപാട് സമയം കിടന്ന് ഉറങ്ങുന്നത് നല്ല എന്നൊക്കെ പറയും. ഒരു 8 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി. അതിലും അധികം വെറുതെ കിടന്നിങ്ങനെ ഉറങ്ങുക, അല്ലെങ്കിൽ ഒരുപാട് സമയം റീലുകൾ കണ്ട് വീഡിയോസ് കണ്ട് ഇങ്ങനെ ഇരിക്കുക. അത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ഓക്കെ. ഇപ്പൊ ഏതെങ്കിലും ഒരു വിഷയത്തിനെ പറ്റി പ്രത്യേകം എടുത്തിട്ട് അതിനെപ്പറ്റി പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് വീഡിയോ കാണാൻ ഓക്കെ. വെറുതെ ഇങ്ങനെ നമ്മളിപ്പോ വാർത്ത തുറന്നാൽ പോലും ഒട്ടുമിക്ക വാർത്തകളും നെഗറ്റീവാണ് ഉണ്ടാവുക. എന്താണ് അതിൽ പറയാൻ ഉണ്ടാവുക വെച്ചാല് ഒന്നെങ്കിൽ പീഡനം, അല്ലെങ്കിൽ എവിടെങ്കിലും എന്തെങ്കിലും കത്തിക്കുത്ത്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, പാർട്ടിയിലെ വിഷയങ്ങൾ, വാർത്ത അല്ലെങ്കിൽ സീരിയൽ കാണുന്ന ആൾക്കാരുണ്ടാവും. എന്ത് കാര്യമുള്ളത്, നമ്മൾ എന്താണോ നമ്മളെ ലൈഫിൽ ഡെയിലി നമ്മളുടെ ഇൻപുട്ട് കൊടുക്കുന്നത്, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എന്താണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുക. എല്ലാ സമയത്തും കുടുംബ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇപ്പം ഒരു ഭാര്യയും അല്ലെങ്കിൽ അമ്മായിയമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടും അവരുടെ ലൈഫിലും. അപ്പൊ അതുകൊണ്ട് സമയത്തിന് വാല്യൂ കൊടുക്കുക. അതേപോലെ ഇപ്പം ഇലക്ട്രിസിറ്റി യൂസേജിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. വെള്ളം ഉപയോഗിക്കുന്നത് ഇപ്പം വേസ്റ്റേജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. അതേപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൽ എത്രത്തോളം മിനിമൈസ് ചെയ്തിട്ട് ഇപ്പം വേസ്റ്റേജ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അതിനനുസരിച്ച് കുറവ് കൊണ്ടുവരിക. ഇപ്പം കാറ് അല്ലെങ്കിൽ വണ്ടികൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആവശ്യമില്ലാതെ അതിങ്ങനെ വണ്ടി മെയിൻ്റെനൻസ്, വണ്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലുള്ള കാറോ, അല്ലെങ്കിൽ ഇപ്പം വീട്ടിലുള്ള AC അല്ലെങ്കിൽ ഇപ്പം ഫ്രിഡ്ജോ, അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്യാതെ കൊണ്ട് നടന്നിട്ട് ഓവറായിട്ട് ഫ്യൂവല് ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗപ്പെടുത്തുന്നുണ്ട്, അതിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇങ്ങനെ ഭക്ഷണത്തിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും. ഇതേപോലെ ഗ്യാസും ഇതേപോലെ ഒരു എനർജിയാണ് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പം അടുക്കളയിൽ നമ്മൾ ചിലപ്പോൾ ചില സമയത്ത് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ ഒരു സാധനം റെഡിയാക്കി അതിന്റെ ചിലപ്പോൾ പ്ലേറ്റ് കുറച്ച് അപ്പുറത്തായിരിക്കും ഉണ്ടാവുക. അപ്പൊ അവിടെ കൊണ്ടുവച്ച് പിന്നെ വന്നിട്ട് അടുത്തത് ഒഴിച്ച് അങ്ങനെ ചെയ്യുന്നവരെ ഒന്ന് അടുപ്പിച്ച് വെച്ച് കഴിയുന്നിടത്തോളം അതിൽ എന്തെങ്കിലും, എല്ലാവരും ചെയ്യുന്നുണ്ടെന്നല്ല, ആരെങ്കിലും അങ്ങനെ വേസ്റ്റേജ് നടത്തുന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇതേപോലെ തന്നെയാണ് ഓഫീസുകളിൽ സംഭവിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഓഫീസിൽ സംഭവിക്കുന്നത് ഞാൻ സ്ലൈഡ് വെച്ചൊന്ന് കാണിച്ചു തരാം. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ ഞാനിപ്പം വീട്ടിലത്തതും അല്ല ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ആൾ ഞാൻ പറഞ്ഞ പോലെ ഫ്യൂവൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടയറുകൾ പ്രോപ്പർ ആയിട്ട് കാറ്റടിക്കാതിരുന്ന അങ്ങനത്തെ ഉള്ള കാര്യം. ഇപ്പം ഇൻഡസ്ട്രികളാണെങ്കിലും ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള എന്താണ് എക്യുപ്മെന്റുകൾ ഉണ്ടാവും. കുറെ പഴക്കം ചെന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന് എനർജി ആണെങ്കിലും ഫ്യൂവൽ ആണെങ്കിലും കൂടുതൽ ആവശ്യം ഉണ്ടാവും. അപ്പൊ അതൊക്കെ ശരിക്കും ഞാൻ പറയുന്ന അതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം, നിങ്ങൾ അത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? ഓരോരുത്തരുടെ ലൈഫിലും അത് എത്രത്തോളം അത് യൂസ് ചെയ്യാതിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതിനുള്ള റെസ്പെക്ട് കൊടുക്കാതിരിക്കുന്നുണ്ടോ, അതൊക്കെ പണമാണ്. നമ്മൾ വിചാരിക്കുന്നത് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ മാത്രമല്ല പണം. ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ വേസ്റ്റേജ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രത്യേകം ഇങ്ങനെയുള്ള വേസ്റ്റേജുകളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയെടുത്താൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിലേക്ക് അബണ്ടൻസ് അല്ലെങ്കിൽ പൈസക്ക് വരാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. ഇതേപോലെ തന്നെയാണ് ഓഫീസിൽ ഇപ്പൊ നമ്മൾ ഡെയിലി ഇപ്പൊ കമ്പ്യൂട്ടറുകൾ വെറുതെ ഓണാക്കിയിരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ AC-കളോ അല്ലെങ്കിൽ ലൈറ്റുകളാണെങ്കിലും പ്രിന്റിങ് മെഷീൻ ഒക്കെ ഉണ്ടാവും. ചിലപ്പോ ആവശ്യമുള്ളതിൽ അധികം കുറേ പ്രിന്റൊക്കെ എടുത്തങ്ങ് വെക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വേസ്റ്റേജ് ഇപ്പോൾ ഓഫീസുകളിൽ നടക്കുന്നുണ്ടെങ്കിലും അതും നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. അതേപോലെ വെള്ളം ഉപയോഗിക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ പഴകിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആയിക്കോട്ടെ, അങ്ങനെ ഏത് രീതിയിൽ ലൈഫിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ വേസ്റ്റേജ് നടക്കുന്നുണ്ടാവും അധികം ആൾക്കാരുടെ ലൈഫിലും. ഏതെങ്കിലും ഒന്നിലെങ്കിലും. ഞാൻ ഇപ്പൊ പറഞ്ഞത് കറണ്ട് ആയിരിക്കും, ചിലപ്പം സമയമായിരിക്കും അധികം ആൾക്കാരും. സമയത്തിനെക്കാട്ടും വലിയൊരു എനർജി വേറല്ല. അപ്പോൾ സമയത്തിന് നമ്മളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന സമയത്തിന് നമ്മൾ വാല്യൂ കൊടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സമയത്തിനാണ് ശരിക്കും നമ്മൾ പണമാക്കി മാറ്റുന്നത്. നമ്മൾ അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, അത് നമ്മളുടെ കഴിവുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ ഒരു ഫീൽഡിൽ അറിവുകളും നോളജും അതേപോലെ എക്സ്പീരിയൻസും നേടിയെടുത്താൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഓരോ മണിക്കൂറിനും നമ്മൾക്ക് പൈസ വന്നുകൊണ്ടിരിക്കും. ആ അറിവിലേക്കാണ് പൈസ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള നമ്മളുടെ എനർജിയിലേക്കാണ് ആ പൈസ വരുന്നത്. അപ്പോൾ
സമയത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്. എല്ലാ സമയത്തും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നാല് ഡയമെൻഷൻസ് ആണ് ഒരാളുടെ ജീവിതത്തിലുള്ളത്. അത് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി. അപ്പം ആരോഗ്യത്തിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ സമ്പത്തിലേക്കോ അല്ലെങ്കിൽ അറിവുമായിട്ട് ബന്ധപ്പെട്ട് സമ്പത്തിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബ ബന്ധങ്ങളോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങളിലേക്കോ നമ്മളുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയിലേക്കോ അല്ല നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. നമ്മളുടെ ആരോഗ്യത്തിലേക്കോ, ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും കാര്യം ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ജോലി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഠനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കുടുംബ ബന്ധങ്ങൾ, നമ്മളുടെ ജീവിതത്തിലെ ബന്ധങ്ങൾ, മനുഷ്യന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയത, നമ്മളെ നിസ്കാരം ആയിക്കോട്ടെ, നമ്മളെ പ്രയറുകളായിക്കോട്ടെ, ഓരോരുത്തരും ഇപ്പൊ ഏത് മതത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ പ്രാർത്ഥന, അങ്ങനെയുള്ള കർമ്മങ്ങൾ, ഇപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ ഈ 4 സെക്ടറിലേക്ക്, ഈ 4 ഡയമെൻഷനിലേക്ക് അല്ല നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അത് വേസ്റ്റ് ഓഫ് ടൈം ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ പെടാത്ത ഒന്നും ലൈഫിൽ ഉണ്ടാവില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഈ 4 എണ്ണത്തിനെ നശിപ്പിക്കുന്നതാണെങ്കിൽ ഏറ്റവും ഒരു ദുശീലമാണെന്നും കൂടി മനസ്സിലാക്കുക. ആ ദുശീലങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക, നല്ലതിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം 6 കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടോ. ലൈഫിൽ കറണ്ട് ഉപയോഗിക്കുന്നത്, ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സമയം ഉപയോഗിക്കുന്നത്, സമയം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. വെള്ളം നല്ല പ്രോപ്പറായിട്ട് ഇപ്പം വെള്ളത്തും വെറുതെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പം പെട്രോള്, ഡീസൽ തുടങ്ങിയിട്ടുള്ള ഫ്യൂവലുകൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. ഗ്യാസ്, അതേപോലെ ഭക്ഷണവും. മിനിറ്റ്. സോറി കേട്ടോ, ഇവിടെ കുറച്ച് അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ഉണ്ട് ഇവിടെ ഉണ്ട്. അപ്പോ നാളത്തെ പ്രോഗ്രാമിനെയൊക്കെ ബന്ധപ്പെട്ടിട്ടെ, അപ്പം ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ലൈഫിൽ എനർജികൾ വേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് കുറച്ചെടുത്തു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പൊ അത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ അധികം വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയാം നാളെ ഒട്ട് ആൾക്കാർക്കും നാളെ വരാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടതില്ലേ. ഇപ്പൊ ഹൗസിയ മാം ആണെങ്കിലും അതേപോലെ ഫസ്ലീന മാം, തസ്ലീന മാം ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അവരൊക്കെ നാളെ പ്രോഗ്രാമിനെയൊക്കെ ഇവിടെ കോഴിക്കോട് സീഷൽ ഹോട്ടലിൽ വെച്ചിട്ട് നമ്മൾ യുണീക്നെസ് ഫെസ്റ്റ് 2ാമത് നടത്തുന്നുണ്ട്. ഓരോരുത്തരുടെയും ജന്മനാ കിട്ടിയിട്ടുള്ള കഴിവുകൾ കണ്ടെത്തിയിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ട് ലൈഫിൽ എങ്ങനെ ഈ സമയത്തിനെ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് നമ്മളുടെ കഴിവിലേക്കാണ്, നമ്മളുടെ ജന്മനാ കിട്ടിയിട്ടുള്ള കഴിവുകളും പേഴ്സണാലിറ്റിയും മനസ്സിലാക്കിയിട്ട് അതിലേക്കാണ് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യത്തിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഇങ്ങനെ ദിവസേന ചെയ്തു പോകുന്നതിന് പോലെ നമ്മൾ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പം അത് നമ്മൾ അല്ലാത്ത ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ 10% കൊടുക്കുമ്പോഴേക്കാണ് നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ നമ്മൾ ആ ഏരിയ കണ്ടെത്തി, നമ്മളുടെ യുണീക്ക് ആയിട്ടുള്ള ആ ഏരിയ കണ്ടെത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇഷ്ടത്തോടായിരിക്കും നമ്മൾ ആ കാര്യം ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ വെറുതെ ഈ 5 മണി ആയാൽ എനിക്ക് വീട്ടിലേക്ക്, അല്ല 6 മണി ആയാൽ എനിക്ക് പണി നിർത്തി പോവാലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കണ്ടെത്തിയിട്ട് അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം, യുണീക്ക് ആയിട്ടുള്ള ഏരിയ കണ്ടെത്താനുള്ള ഒരു പ്രോഗ്രാമാണ് നാളെ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ താഴത്ത് കൊടുക്കുന്നുണ്ട്. മിസ് ഞങ്ങള് ഹലോ, മിസ് ഞങ്ങള് ജസ്റ്റ് നമ്പർ ഒന്ന് താഴെ കൊടുത്തേക്കൂട്ടോ. ഓക്കെ. അപ്പം ഇത് ഇന്ന് സംസാരിച്ച ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അധികം വലിച്ചു നീട്ടി പോയിട്ടില്ല, എന്ന് കുറച്ച് ബിസിയാണ്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. നമ്മളുടെ ലൈഫിൽ എല്ലാവർക്കും അറിയുന്നതാണെങ്കിൽ പോലും ഇതൊക്കെ എനർജികളാണെന്നും ഇതിലൊക്കെ നമ്മൾ വേസ്റ്റേജ് നടത്തിയാൽ നമ്മളുടെ ഊർജ്ജതലം, നമ്മുടെ ഒരു മനുഷ്യന്റെ എനർജി ലെവലിൽ കുറവ് വരെയും അവരുടെ വരുമാനത്തിൽ വളർച്ച വരാതിരിക്കുകയും അവർ ഓട്ടോമാറ്റിക്കലി കടബാധ്യതകളിലേക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കും ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കടന്നു പോകുന്നത് കാണാം. നമ്മൾ ഓവർ സ്പെൻഡ് ചെയ്യുന്നതിൽ പെട്ട ഒരു കാര്യം കൂടിയാണ് വേസ്റ്റേജ്, നമ്മളുടെ ലൈഫിലുള്ള എനർജി വേസ്റ്റേജ്. ഇതൊരു ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ആഡപ്പ് ചെയ്യാനോ? റഷീദ് സാർ.
സാർ ഇന്നല്ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ എന്നാണ്. അമിതമായി സ്പെൻഡ് ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയും. അതെ അതെ അത് ദൈവത്തിന് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നേച്ചറിന് അത് ഇഷ്ടമല്ല എന്ന് പറയാം. അതെ 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 സത്യം. യൂണിവേഴ്സിന് അത് ഇഷ്ടമല്ല, Yes. വേസ്റ്റ് ആക്കുന്നത്. അപ്പം ഈ തലത്തിലുള്ള എല്ലാ രീതിയിലും ഇപ്പം നമ്മുടെ നാളത്തെ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക് പ്രാർത്ഥനകളും ഉണ്ട്. ഞങ്ങൾ പാലക്കാടാണ് ഉള്ളത്. ഓക്കെ താങ്ക് യു സർ. അടുത്ത ആഴ്ച അങ്ങോട്ട് കോഴിക്കോട് വരുന്നുള്ളൂ. ഏതായാലും അടുത്തതിന് ജോയിൻ ചെയ്യാം ഇൻഷാല്ലാ. ഇൻഷാ അല്ലാ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് സർ. ഇവിടെ വൈഫും നമ്മളെ ടീം മെമ്പേഴ്സും ഒക്കെ ഉണ്ട് ഇവിടെ. ഓരോ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ആയിക്കോട്ടെ. ഏതായാലും വേറെ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡപ്പ് ചെയ്യാനോ ഫീഡ്ബാക്ക് പറയാനോ എന്തെങ്കിലും ആദ്യമായി കയറി വന്ന എനിക്ക് വളരെ വാല്യുബിൾ ആയ പോയിന്റ്സ് കിട്ടിയത്. താങ്ക് യു മാം, താങ്ക് യു മുസിന മാം, താങ്ക് യു സോ മച്ച്. കുറച്ചു നേരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. മുസിന മാം, താങ്ക് യു സോ മച്ച്. ഇപ്പൊ നമ്മള് 6 കാര്യങ്ങളാണ് സംസാരിച്ചത്. ഇലക്ട്രിസിറ്റി, ടൈം, വാട്ടർ, ഫ്യൂവല്, ഫുഡ്, ഗ്യാസ്. ഇത് എല്ലാ മേഖലയിലും ശ്രദ്ധിക്കണം. നമ്മളുടെ വീട്ടിലായിക്കോട്ടെ, നമ്മളുടെ ഓഫീസിലായിക്കോട്ടെ, നമ്മളെ വണ്ടികളിലായിക്കോട്ടെ, നമ്മളുടെ ഇപ്പം ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളും ചെയ്യുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാ മേഖലയിലും ഇത് ശ്രദ്ധിക്കാം. നമ്മളെ വീട്ടിലുള്ള കാര്യം മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, പുറത്തു പോകുന്ന സമയത്തൊക്കെ ഉള്ള കാര്യമാണ് പറഞ്ഞിട്ടോ. അത് പ്രത്യേകം മനസ്സിൽ വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ എത്രത്തോളം നമ്മൾ ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മളുടെ ലൈഫിലേക്ക് പണത്തിന് വരാൻ ഇഷ്ടമുണ്ടാവൂല. നമ്മൾ പണത്തിന് ബഹുമാനം കൊടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി പണത്തിന് നമ്മളുടെ ലൈഫിലേക്ക് വരാൻ ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിലേക്ക് പോകും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? റുമൈസ മാം. ഹലോ. മിസ്സിനാ ചോദിച്ചോളൂ, പറഞ്ഞോളൂ. മാക്സിമം എല്ലാവരും ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി ശ്രമിക്കുക കേട്ടാ. എല്ലാം പറയുന്ന പോലെ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫിയറിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരിക. എനിക്ക് തോന്നുന്നു ഇന്നത്തെ സെഷനിൽ പലർക്കും പാരന്റ്സിനെ ആയിരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. അധികം ഇപ്പൊ ഇലക്ട്രിസിറ്റിന്റെ കാര്യത്തിലും ടൈമിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ ഫോണിലായാലും മറ്റൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവർ ചീത്ത പറയുമല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റീസൺ നമ്മുടെ ലൈഫിൽ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് റിയലൈസ് ചെയ്യുക, ഒന്ന് കോൺഷ്യസ് ആവുക. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് ലൈഫിന് എടുക്കണം എന്നല്ല പറയുന്നത്, ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് കോൺഷ്യസ് ആവുക ഇങ്ങനൊക്കെ ഉണ്ട് എന്നുള്ള. മാക്സിമം എല്ലാവരും ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഫിയറിനെ ചിലപ്പോൾ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ഇമ്പ്രൂവ് ആവാനും വേറെ കാര്യങ്ങൾക്കൊക്കെ ഓപ്പർച്യൂണിറ്റികൾ കിട്ടും. മാക്സിമം എല്ലാവരും ശ്രമിക്കുക കേട്ടാ. നമ്മളാരും നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നില്ല എന്നും പറയുന്നതാണ്. എന്നാൽ ഒന്നുകൂടെ ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ പറയുന്നത് മാത്രം. കരീം സാർ ഇവിടെ കമന്റിൽ പറഞ്ഞിട്ടുണ്ട്, വെരി ഇൻഫോർമേറ്റീവ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഹാനിയ മാം പറയുന്നത് ഇതുവരെ ചിന്തിക്കാത്ത കാര്യമാണ് പറഞ്ഞത്, എനർജി വേസ്റ്റ് നമ്മളെ ബാധിക്കും എന്ന് അറിയില്ലായിരുന്നു. ഓക്കെ. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ എത്രത്തോളം നമ്മൾ ആ എനർജിക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളുടെ എനർജി റേസ് ആവും. നമ്മളുടെ എനർജി റേസ് ആവുമ്പോൾ ആ എനർജിക്ക് അനുസരിച്ചുള്ള വരുമാനത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ. പിന്നെ ടൈം മാനേജ്മെന്റ് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. താങ്ക് യു സാർ. ഓക്കെ, ബൽക്കീസ് മാം, താങ്ക് യു സോ മച്ച്. ബൽക്കീസ് മാം എനിക്ക് തോന്നുന്നു മാമാസ് കിങ്ഡത്തിലെ ആളാണെന്നല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് വിരുദ്ധമാണെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? എങ്ങനെ സാർ? ഗ്രാറ്റിറ്റ്യൂഡ് വിരുദ്ധമാണല്ലോ ഈ ബ്ലെസ്സിങ്സ് കിട്ടി കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആക്കുക എന്നുള്ളത്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഒരു മെയിൻ പില്ലർ ആണല്ലോ. അപ്പൊ അതിനെതിരായിട്ടുള്ള ഒരു ഇതാണ് എന്തായാലും, ടൈം ആയാലും പൈസ ആയാലും ഏത് കാര്യങ്ങളായാലും ഫുഡായാലും. അതെ സാർ, അത് നമ്മള് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മള് ലൈൻ ശക്കർത്തും ലസീദനക്കും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു. ഇതേപോലെ നന്ദി ഇല്ലാത്ത നമ്മള് പൈസന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾക്കറിയാം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളെ സൃഷ്ടാവാണ്. നമ്മൾ ആ സൃഷ്ടാവിനോട് നന്ദികേട് കാണിക്കുകയും കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വേസ്റ്റേജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല, ചെറിയ കാര്യമായിട്ട് കാണുന്നുണ്ടാവും, പക്ഷെ അതൊരു വലിയ കാര്യമാണ്. കാരണം എല്ലാ ഊർജങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? എല്ലാ ഊർജങ്ങളും വരുന്നത് എവിടുന്നാ? ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ ഊർജ തലത്തിൽ ചിന്തിക്കുന്ന സമയത്ത് എല്ലാം എനർജി വൈസ് അട്രാക്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ വേസ്റ്റേജ് മാക്സിമം കുറച്ചെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടിക്കൊണ്ട് നിൽക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് അത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് ഉപയോഗപ്പെടുത്താൻ, അത് വേസ്റ്റ് ചെയ്യുന്നതിന് പകരം സമയമായിക്കോട്ടെ എല്ലാ എനർജികളും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ
ദുനിയാവിലായിക്കോട്ടെ ആഖിറത്തിലായിക്കോട്ടെ അത് രണ്ടിടത്തും നമുക്ക് വാല്യൂ കിട്ടുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, വേറെ ആരെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? സീന മാം, ഫൗസിയ മാം എന്തെങ്കിലും? സർ സർ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കട്ടെ, പറഞ്ഞോളൂ. ഓക്കെ സർ, ഞാൻ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ ഫീഡ്ബാക്ക് പറയുന്നത് ശരിയില്ല എന്ന് കരുതിയിട്ട് ഇതുവരെ മിണ്ടാണ്ടിരുന്നത്. എല്ലാവരും പറയുന്നുണ്ടല്ലോ, അതിനെന്താ മാം, അതിനെന്താ അതുകൊണ്ടാണ്. പ്രശ്നം? കഴിഞ്ഞ 2 ക്ലാസ് മിസ്സസ് ആയി പോയി, എനിക്ക് കയറാൻ പറ്റിയില്ല. സോ സർ നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. സർ പറഞ്ഞു നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. സർ 2-3 പ്രാവശ്യം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. ശരിക്കും ഞങ്ങളാണ് ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ, എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പൊ ഒരുപാട് ക്ലാസ്സസ് കേട്ടതല്ലേ, ദൈവത്തിനോട് അല്ലെങ്കിൽ പടച്ചനോട് പറയുന്ന അതുപോലെ തന്നെ സാർക്ക് ഞങ്ങൾ പ്രത്യേകം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തരണം. കാരണം ചെറിയൊരു അരുമണി തൂക്കം പോലും നമ്മുടെ മനസ്സിൽ അഹങ്കാരം പാടില്ല എന്ന് പറയാറുണ്ട്. ബട്ട് നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളാണ് സാർ ഓരോ ദിവസവും ഞങ്ങൾക്ക് പകർത്തി തരുന്നത്. നമ്മുടെ ഈ വയസ്സിനിടയിൽ, ഇപ്പൊ എനിക്ക് 26 വയസ്സ്, 26 കഴിഞ്ഞു, ഇതിനിടയിൽ കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത, ഇനിയിപ്പോ കറന്റ് ആണെങ്കിലും സംസാരം ആണെങ്കിലും നമ്മുടെ സ്പീച്ച് ആണെങ്കിലും ഐ കോണ്ടാക്ട്, ബോഡി ലാംഗ്വേജ് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ചാനലിന്റെ ക്ലാസ്സിനായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക്, ഇനിയിപ്പോ ഞാൻ കുട്ടികൾ ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ പോലും ഈ കൗൺസിലിംഗിന്റെ ഫീൽഡായിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഈ മെഡിറ്റേഷന്റെ പല ക്ലാസ്സസ് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പൊ എനിക്ക് സാറോട് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, നന്ദി എന്നതിലുപരി ശരിക്കും സാറോട് അങ്ങോട്ട് താങ്ക്സ് പറയണം. അത് എങ്ങനെയാ, ദൈവത്തിന് പാതി സാർക്ക് പാതി എന്ന് പറഞ്ഞ പോലെയാണ്. നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നിങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഫീഡ്ബാക്ക് തരുമ്പോൾ നമുക്കൊരു സന്തോഷം, വീണ്ടും ഓരോ കാര്യങ്ങൾ പഠിക്കാനും ഇവിടെ പറയാനൊക്കെ തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത സർ ബാച്ചിൽ ഞങ്ങളാണ് പഠിച്ചെടുക്കുന്നത്. എന്നെ പോലത്തെ ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ബെറ്റർ ആണ് സാറിന്റെ ക്ലാസ്സസ്. അത് ഏത് ക്ലാസ് ആണെങ്കിലും എന്നെ പോലെ ആളുകൾ. പിന്നെ സാറിന്റെ നാളത്തെ ക്ലാസ് ഞാൻ അറിയാൻ വൈകി പോയി. ജോയിൻ ചെയ്യാൻ ചെറിയ താല്പര്യമുണ്ട്. അപ്പൊ എങ്ങനെയാണെന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് നമ്പർ ഒന്ന് അറിയിക്കണേ. അത് മിസ്നങ്ങളൊന്ന് നമ്പർ കാര്യങ്ങളൊന്ന് കമന്റിൽ. ഞാൻ കമന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ താങ്ക് യു. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഫ്രീ വെബിനാറിന്റെ ഗ്രൂപ്പിലുണ്ടോ? ഇല്ല, അതിലുണ്ട്. ഓക്കെ, എന്നാ അഡ്മിൻസിനായിട്ടുള്ള ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ താങ്ക് യു. താങ്ക് യു. പിന്നെ അതേപോലെ വേറെ ആർക്കെങ്കിലും? ഫൗസിയ മാം എന്തോ പറയാൻ വന്നിരുന്നല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ നാളത്തെ പ്രോഗ്രാമിന് വരാനുള്ള ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോ ഇന്നത്തെ സെഷനും ഉണ്ട്, എനിക്ക് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പൊ ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങണം, എന്നാ സെഷൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇന്ന് ഡബിൾ മൈൻഡഡ് ആയി നിൽക്കണം. പക്ഷെ മിസ്സാക്കാൻ തോന്നിയില്ല, അപ്പൊ അങ്ങനെ കയറിയതാണ്. നേരത്തെ ആള് പറഞ്ഞ പോലെ സത്യം ശരിക്കും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ഇത് ഫ്രീ വെബിനാർ ആണ്. ഇതിൽ കൂടി തന്നെ സാർ എന്തോരം ഇൻഫർമേഷൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണത്. അത് എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണെന്ന് പറഞ്ഞാല് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഇന്നത്തെ ടോപ്പിക്കിൽ ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന കുറച്ച് ചേഞ്ചസ് ആണ്. അതായത് ഇന്റൻഷണൽ ആയിട്ട് ഉള്ളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. കുറേ കാര്യങ്ങൾ, ഇപ്പൊ എനർജി സേവിങ് ആണെങ്കിലും, പക്ഷെ അത് ഞാൻ മണി എന്നുള്ളൊരു കാര്യം റിലേറ്റ് ചെയ്തിട്ടായിരുന്നില്ല ചെയ്തത്. അത് ചെറുപ്പത്തിൽ എപ്പോഴും കയറി കൂടിയ ഒരു സംഭവം വെച്ചിട്ട് ഇപ്പൊ നമ്മളിങ്ങനെ വേസ്റ്റ് ആക്കിയാലും പഠിച്ചവന്റെ അടുത്ത് കണക്ക് പറയണ്ടേ, അങ്ങനെ കുറെ കാര്യങ്ങൾ എപ്പോഴൊക്കെയോ മദ്രസയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കേൾക്കുമല്ലോ, അങ്ങനെ എന്തൊക്കെയോ ആണ് കയറി കൂടിയത്. പിന്നെ അതുപോലെ നിങ്ങളിപ്പോ പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മയായതുകൊണ്ട് പറയാട്ടോ, സോറി. എനിക്ക് പെട്ടെന്ന് ഓർമ്മയായത്, എന്റെ വീട്ടിൽ ഞാൻ ഹോസ്റ്റലിലായിരുന്നു പഠിച്ചതെങ്കിൽ പോലും ഉപ്പ നാട്ടിലില്ലായിരുന്നു. ഉപ്പ മക്കത്ത് ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നാട്ടിലുള്ള സമയത്ത് എന്തെങ്കിലും ഒരു ഭക്ഷണം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണല്ലോ, ഒരു നേരം ഇപ്പൊ ഞാൻ ഭക്ഷണം വേസ്റ്റ് ചെയ്യാതെ കഴിക്കാതെ ഇപ്പൊ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ ഇപ്പൊ അല്ലട്ടോ, കുറെ മുന്നുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കഴിക്കുകയാണെങ്കിൽ വീട്ടിൽ പറയാതെ ഞാൻ പോയി കഴിച്ചാണ്ടല്ലോ, അടുത്ത നേരം വീട്ടിലേക്ക് ഭക്ഷണം ഉണ്ടാവില്ല ഉപ്പ നാട്ടിലുണ്ടെങ്കിൽ. ദാറ്റ് മീൻസ് അത് വേസ്റ്റ് ചെയ്തതിനുള്ള പാഠം ഇവിടുന്ന് തന്നെ തന്നു ഉപ്പ ചെറുപ്പത്തിനെ. അപ്പൊ എന്താ സംഭവിച്ചറിയോ, ഓട്ടോമാറ്റിക്കലി കറണ്ട് വേസ്റ്റേജ് ആയിക്കോട്ടെ, ഭക്ഷണം വേസ്റ്റേജ്, ഒരു മണി ചോറ് പോലും ഞാൻ ഒഴിവാക്കല്ല, അൽഹംദുലില്ലാ, ഒരുപാട് വർഷങ്ങളായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ അറിയോ, എവിടെ എത്തിപ്പെട്ടാലും, ഏത് നാട്ടിലെത്തിപ്പെട്ടാലും എനിക്ക് എവിടുന്നെങ്കിലും ഭക്ഷണം കിട്ടലുണ്ട്. ഇപ്പൊ എന്ത് ബുദ്ധിമുട്ടിൽ അകപ്പെട്ട് പോയാൽ പോലും ഭക്ഷണം പഠിച്ചോ എനിക്ക് എവിടുന്നെങ്കിലും എത്തിച്ചേരുന്നുണ്ടാകും. അതെന്താണ്, അതിനുള്ള വാല്യൂ എന്റെ ഉപ്പാണ് പഠിപ്പിച്ചത് ആ സംഭവം. ഉപ്പ പഠിപ്പിച്ച സമയത്ത് എനിക്കത് ഭയങ്കര, എന്താ ഉപ്പ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന മക്കളോട് ഭക്ഷണം തരാണ്ടൊക്കെ. അല്ല, അങ്ങനെ പറയെങ്കിലും കുറച്ച് ഭക്ഷണം നമ്മൾ എടുത്ത് തരും ട്ടോ. എന്നാലും ഞാൻ പറയാ, അങ്ങനെ ഒരു ശീലം പഠിപ്പിച്ചത് കൊണ്ട്, ശീലങ്ങളാണല്ലോ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ഇപ്പം വേസ്റ്റേജിനെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ശീലം പഠിപ്പിച്ചതുകൊണ്ട് അത് ഇപ്പോഴും നിലനിർത്താൻ പറ്റുന്നുണ്ട്. എന്താ സംഭവം എന്നറിയാം, അന്നൊക്കെ നമ്മൾ, ഇപ്പം ഇവിടെ ഒരുപാട് പേരൻസ് ഇരിക്കുന്നുണ്ടാവും. പേരൻസിനോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ,
പാരന്റ്സ് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചെറുപ്പത്തിൽ നമുക്ക് തോന്നും ഇതെന്താ എല്ലാ സമയത്തും കുറ്റം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ എന്താ സംഭവിക്കറിയോ, നമ്മൾ ഇങ്ങനെ വളർന്ന് ഉയർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും അവരായിരുന്നു ശരി, അവരായിരുന്നു നമ്മുടെ റോൾ മോഡൽ. നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഒരുപാട് കാര്യം. എല്ലാവരുടെ കാര്യങ്ങളും അല്ല കേട്ടോ. ചില വീട്ടിൽ ഇപ്പൊ പേരൻസ് മദ്യപിച്ച് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഒട്ടുമിക്ക പേരൻസും നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം പേരൻസ് ശ്രദ്ധിക്കണം, നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല മക്കൾ കേൾക്കുക, നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്ന ഒരു കാര്യവും ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റും ആണെങ്കിൽ, ഇപ്പൊ സിഗരറ്റ് വലിക്കാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പാരന്റ് പോയിട്ട് ഒരു സ്ഥിരമായിട്ട് സിഗരറ്റ് വലിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ ചെയ്യരുത്, കാണിച്ചു കൊടുക്കുക നല്ലത്. ഇവിടെ അതേപോലെ റുമേഷ് സമയം പറഞ്ഞിരുന്നു, ടൈം വേസ്റ്റേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ ലൈഫ്, വേസ്റ്റിംഗ് മൈ ഡേ സ്ക്രോളിംഗ് ഓൺ സോഷ്യൽ. അതെ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ചെയ്തു. ഫൗസിയ മാം നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞത്? സോറി ട്ടോ, ഞാൻ എൻ്റെ ഇന്റർപ്രറ്റ് ചെയ്തതിൽ സോറി. ഇല്ലില്ല, കുഴപ്പമില്ല. അത് സാറ് ഏകദേശം നമ്മളെ ക്യാരക്ടർ കുറെ സെയിം ആണ്. ഈ സംസാരം തുടങ്ങിയാൽ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. അത് നമ്മള് സെഷനിലും അറിയാലോ, ഞാനൊക്കെ സംസാരിക്കാൻ തുടങ്ങിയ പേഴ്സണാലിറ്റി, നമ്മളെ പേഴ്സണാലിറ്റി സെയിം ആയിരുന്നു എനിക്ക് തോന്നുന്നു. അത് സാർ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പരമാവധി സോറി പറഞ്ഞു. സാർ ഇതിനകത്ത് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ, വേസ്റ്റ് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ്, നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് നീറ്റായിട്ട്, അതായത് കഴുകി വെച്ച പ്ലേറ്റും ഇതും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്രയും ഇതില് കൈയിന്റെ മുകളിൽ, വിരലിന്റെ മുകളിലൊക്കെ ഉള്ള എല്ലാം നമ്മൾ എടുത്ത് ക്ലീൻ ആക്കണം എന്നാണ് അത്രയും ഇതിൽ പറയുന്നുണ്ട്. അത് സയന്റിഫിക്കലിയും നല്ലത് തന്നെയാണ്. നമ്മള് ഈ ദഹനത്തിനൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഗുണങ്ങൾ വേറെ ഉണ്ടാവും. പക്ഷെ അത് വേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനെ ഒന്നും കൂടി ഡിഫൈൻ ചെയ്താണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന പാത്രം വളരെ ക്ലീൻ ആയിട്ട് പൈപ്പിൽ നമ്മൾ കഴുകുന്ന സമയത്ത് ഒന്നും അതിൽ ഉണ്ടാവരുത്, അത്രയും നീറ്റ് ആയിരിക്കണം. അത് ശരിക്കും സാറ് പറഞ്ഞപ്പോഴാണ്, എൻ്റെ അനിയത്തി ഉണ്ട്. എൻ്റെ അനിയത്തി ശരിക്കും, എനിക്കൊരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. അനിയത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റ് കണ്ടാണ്ടല്ലോ, കഴുകി വെച്ച പ്ലേറ്റ് ആണോ അല്ലാത്താണോ, കറീന്റെ ഇപ്പൊ ഞാനൊക്കെ കഴിച്ചാൽ കുറച്ച് കറീന്റെ ഭാഗങ്ങൾ അടിയിലുണ്ടാവുമല്ലോ, ഭക്ഷണം അരിമണിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും, അടിയിലൊരു കറി അതുവരെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ്. ഞാൻ പറയും അത്ര വേണ്ട, കുറച്ച് സമയം, എല്ലപ്പോഴും ഇത്ര സമയം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നല്ല കാര്യമാണ്, അതങ്ങനെ പഠിച്ചു വന്നതാണ്. അതുകൊണ്ട് ഫൗസിയ മാം കണ്ടിന്യൂ ചെയ്തോളൂ. അത് നബിചര്യയും കൂടിയാണത്. അതെ അതെ നബിചര്യയും കൂടിയാണ് അങ്ങനെ ചെയ്യാന്നുള്ളത്. അതെ, സാറ് പറഞ്ഞു. അതുപോലെ നമ്മളെ ഉള്ളംകൈയിലാവാതെ ഭക്ഷണം കഴിക്കണം എന്നാണല്ലോ പറയാ, വിരലുകൾ കൊണ്ട് പുറമേക്ക് വരാതെ. നമ്മള് ലാസ്റ്റത്തെ സാറ് പറഞ്ഞില്ലേ ഇങ്ങനെ തുടച്ച് നിക്കുക എന്നുള്ളത്, അതിന് സുന്നത്താണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അത് ചെയ്താൽ അതിനുള്ള ബർക്കത്ത് ഉണ്ടാവും. ഇപ്പൊ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോ, അത് ആരും പഠിപ്പിച്ചതല്ല, എന്റെ ജീവിതം തന്നെ എന്നെ പഠിപ്പിച്ചതാ. ഞാൻ എന്റെ ഒരു 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡന്റ് ആയിട്ട്, പിന്നെ അതിൽ നിന്ന് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ആയി, കുറച്ചൊരു സീരിയസ് സ്റ്റേജിലായിരുന്നു. അങ്ങനെ 2 മാസം ഞാൻ ICUലൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ തൊണ്ടയിൽ കൂടി ഇങ്ങനെ ട്യൂബ് ഇടൂലേ, അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പോ ആകെ പോകണത് ഈ കരിക്കിന്റെ സംഭവമാണ്, അത് മാത്രമേ പോവുള്ളൂ. പ്രത്യേകിച്ച് ഫുഡ് എന്ന് പറയാനില്ല. അത് 4ാം ക്ലാസ്സിലാന്ന് ഓർക്കണം, ചെറിയ കുട്ടിയാണ്. അപ്പൊ ആ സമയത്തൊക്കെ എന്റെ വല്യപ്പ ഉമ്മയൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവര് വരുമല്ലോ, എപ്പോഴോ ആണ് അവര് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ വരുന്ന സമയത്ത് ഫുഡിന്റെ സ്മെല്ല് എനിക്ക് പെട്ടെന്ന് കിട്ടും. അപ്പൊ ചോദിക്കും, എനിക്ക് തരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കും, എനിക്കാണെങ്കിൽ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, അത് ഇഷ്ടമാണ്, ഇത് ഇഷ്ടമാണ്, അങ്ങനെ. അപ്പൊ ഇങ്ങനെ ചോദിക്കും. പിന്നെ അവർക്ക് സങ്കടമായപ്പോ പിന്നെ അവര് ഫുഡ് എപ്പോഴെങ്കിലും, ചിലപ്പോൾ ഒരു നേരമൊക്കെ കഴിക്കുക, കാരണം ഞാനിങ്ങനെ കിടക്കുന്നത് കൊണ്ട് അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമായിരിക്കും കഴിക്കണ്ടാവുക. പക്ഷെ അവര് സോപ്പൊക്കെ ഇട്ട് കഴുകി ഒരു സ്മെല്ല് പോലും വരാത്ത രീതിയിലാണ് എന്റെ അടുത്തേക്ക് വരിക. അപ്പൊ എനിക്ക് അന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ, അതിനുശേഷം ഞാൻ എടുത്ത തീരുമാനം വെച്ചാൽ ഫുഡിന്റെ വില ഞാൻ ശരിക്കും അറിഞ്ഞു. ഒരു വറ്റ് പോലും കളയാൻ പറ്റൂല തന്നെ. അതിപ്പോ എന്റെ സിസ്റ്റേഴ്സിന്റെ കുട്ടികളാണ്, ആരെടുത്താണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും ഞാൻ പറയും, നിങ്ങക്ക് വേണ്ടെങ്കിൽ എടുക്കണ്ട, വേണ്ടവര് കഴിച്ചോളും. അനാവശ്യമായിട്ട് എടുത്ത് ഇപ്പൊ കല്യാണ പരിപാടിക്കോ എന്തെങ്കിലുമൊക്കെ പോകുമ്പോ ഈ ബുഫേ സിസ്റ്റം ഉണ്ടല്ലോ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. കാരണം അനാവശ്യമായി കുറെ ഫുഡ് വേസ്റ്റ് ആവും. എന്തുകൊണ്ടാണെന്നറിയില്ല. അത് മറ്റേ രീതിയിലാണെങ്കിൽ പിന്നെയും ആളുകൾ അവനവർക്ക് ആവശ്യമുള്ളത് എടുക്കും. ഇത് ക്യൂവിൽ നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ആളുകൾ കുറെ ഫുഡ് എടുക്കും, പക്ഷെ അത് കഴിക്കൂല, വേസ്റ്റ് ആവും. അപ്പൊ അങ്ങനെ അതിനുശേഷം ഞാൻ ഇന്നേ വരെ എന്റെ ലൈഫിൽ ഫുഡ് വേസ്റ്റ് ആക്കിയിട്ടില്ല. കാരണം അത്
ചിലപ്പോൾ ഞാൻ വേസ്റ്റ് ആക്കുമായിരിക്കാം, അതുകൊണ്ട് പടച്ചോൻ എനിക്ക് തന്നൊരു ഇതായിരിക്കാം അത്. അല്ലെങ്കിൽ എന്നിലൂടെ കുറെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്. അത് ഇപ്പൊ അവര് പറയും. അന്നൊക്കെ നമ്മൾ കൂടെ പഠിക്കുന്ന സമയത്ത്, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അടിയായിരിക്കുള്ളൂ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇതേപോലെ ഞാൻ ഫുഡ് വരുന്നുണ്ട് ടീച്ചറമ്മ അങ്ങനെ പറയാ. എന്തെങ്കിലും ഇങ്ങനെ ഫുഡിനെ പറ്റി ഇത് പറയാൻ ഓ ഇപ്പൊ തുടങ്ങും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ അവര് പറയും, അവരെ കുട്ടികളൊക്കെ വലുതായി അങ്ങനെയൊക്കെ പറയുമ്പോ അവര് പറയും, നീ അന്ന് പറഞ്ഞത് ശരിയാണ്. അതുപോലെ സാറ് പറഞ്ഞില്ലേ, എവിടെ പോയാലും ഫുഡ് കിട്ടും. എന്നെ അങ്ങനെ പറയാം. എന്റെ വീട്ടില് ഭയങ്കര വയറ്റുഭാഗ്യമുള്ള ആളാണ്. എവിടെ പോയാലും കറക്റ്റ് ടൈമിന് ഫുഡ് കിട്ടും. അതിന് അൽഹംദുലില്ലാ ഒരു മുടക്കം വന്നിട്ടില്ല ഇന്നവരെ. പിന്നെ അതുപോലെ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ ഇന്റൻഷണൽ ലീവിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് നമ്മളെ ലൈഫിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഡീക്ലറ്റർ ചെയ്യുക, മിനിമലിസ്റ്റിക് ആവുക. അതായത് പക്ഷെ അതിന്റെ ബാക്കിൽ സാറ് പറഞ്ഞ പോലെ പൈസയിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. നമ്മളിങ്ങനെ എന്ത് കാണുമ്പോൾ ആഗ്രഹം കൊണ്ട് നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അപ്പോൾ വാങ്ങിക്കാം. ഫുഡാണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമ്മളിങ്ങനെ ഇപ്പൊ ഒരു സാധനം വാങ്ങണമെങ്കിൽ ഒരു 2-3 വട്ടം ആലോചിക്കുക. ചിലപ്പോൾ അത് അപ്പോഴത്തെ മൊമെന്റിൽ ഇപ്പൊ ആളുകൾ ചെയ്യണ ഒരു കാര്യമാണ് റീറ്റെയിൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ട്. അതായത് സ്ട്രെസ് വന്നോ പുറത്തു പോവാ, നിങ്ങൾ ഫുഡ് കഴിക്കാൻ നല്ല നല്ല റെസ്റ്റോറൻറ്റിൽ പോയിട്ട്, അല്ലെങ്കിൽ മാളുകളിൽ എവിടെയെങ്കിലും പോയി ആവശ്യമായിട്ടുള്ള ചിലപ്പോൾ ആവശ്യമുള്ളതായിരിക്കും, അല്ലെങ്കിൽ അല്ലാത്തത് കുറെ സാധനങ്ങൾ വാങ്ങുക, തിരിച്ചു വരിക. വീട്ടിൽ വന്നു കഴിയുമ്പോൾ റിഗ്രറ്റ് അടിക്കിയിരുന്നു, അല്ലാ ഞാൻ എന്റെ എന്തോരം പൈസ കളഞ്ഞ്. പക്ഷെ നമ്മൾ ഒരു 100 രൂപയാണെങ്കിൽ ഞാനത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എത്ര ടൈം വർക്ക് ചെയ്താലാണ് എനിക്ക് ആ പൈസ ഉണ്ടാക്കാൻ പറ്റുക. എന്റെ ടൈമല്ലേ ഞാൻ അവിടെ കളയണത്. നോർമൽ ആണെങ്കിൽ ഞാൻ അവിടെ ടൈം കളയും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോഴൊക്കെയാണ് ട്ടോ ആ ഒരു രീതിക്ക് വളർന്നു വന്നത്. പിന്നെ അതേപോലെ സാറ് പറഞ്ഞ ടൈം മാനേജ്മെന്റിന്റെ കാര്യം. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ടൈമില്ല. ഞാൻ ഇന്ന് 2 ദിവസം എനിക്ക് മര്യാദക്ക് ഇൻസ്റ്റഗ്രാം ഒന്ന് തുറക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റണില്ല. ഞാനിങ്ങനെ ആലോചിക്കണം, എന്താ വെറുതെ എന്റെ നെറ്റ് വേസ്റ്റ് ആവാണല്ലോ. എനിക്ക് അത് ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റാണല്ലോ. അതൊരു വേസ്റ്റേജ് ആണല്ലോ അതില്. ചില ആൾക്കാര് അങ്ങനെ നെറ്റ് വേസ്റ്റ് ആവാണ്ടിരിക്കാൻ നെറ്റ് തീർക്കലാ കണ്ടിട്ട് സമയം വരെ. അങ്ങനെ ഒരു ടൈം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കും. എന്നിട്ട് സമയമുള്ളപ്പോ കാണാം, ട്രാവൽ ചെയ്യുമ്പോഴോ അപ്പോഴൊക്കെ ഇരുന്ന് കാണാം. കാരണം നെറ്റ് വേസ്റ്റ് ആവരുതല്ലോ. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു ചിന്ത ഒന്നുമില്ല. അല്ല നെറ്റ് അങ്ങനെ നെറ്റ് നെറ്റ് ഇപ്പൊ നിങ്ങൾ എന്തായാലും എല്ലാ ദിവസവും എല്ലാം ഉപയോഗിച്ച് തീർക്കണം എന്നില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ വേറെ സമയം വെറുതെ വേറെ വേസ്റ്റ് ആക്കും. ആ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്തോളൂ. ഇപ്പില്ല. പണ്ടത്തെ കാര്യം നമ്മൾ അങ്ങനെ അതാണ് ഓരോന്നോരോന്ന് ചെയ്താണല്ലോ ലെസൺസ് പഠിക്കുന്നത്. അങ്ങനെ ഇനി അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എന്നാലും ഓരോരുത്തർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ആണല്ലോ നമുക്ക് പഠിക്കാൻ പറ്റും. ബൽക്കീസ് മാം, നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്തിരുന്നല്ലോ, പറഞ്ഞോളൂ. ഹലോ സർ. പറഞ്ഞോളൂ മാം. ഫസ്റ്റ് ഇന്ന് എനിക്ക് കൂടുതലായിട്ട് സ്ട്രൈക്ക് ചെയ്തത് ടൈം മാനേജ്മെന്റ് ആയിരുന്നു. കാരണം ഈ 2024 ആഗസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇതുപോലെ വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതും കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവാൻ തുടങ്ങിയതും. അതുവരെ എന്റെ ലൈഫ് എന്നൊക്കെ പറയുന്നത് വെറും പണികളൊക്കെ തീർക്കുക, ഫോൺ കാണുക, വെറുതെ ടൈം വേസ്റ്റ്, റീൽസ്, അത് യൂട്യൂബ് വ്ളോഗ്സ്, ഇതൊക്കെയായിരുന്നു. എന്നിലുള്ള ക്രിയേറ്റിവിറ്റി അല്ലെ എനിക്കുള്ള കഴിവ് അതൊക്കെ കംപ്ലീറ്റ് ഫോർഗോട്ട് ആയി പോയി. വെറും വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രം ഒതുങ്ങിയിട്ടുള്ള ലൈഫായിരുന്നു. പക്ഷെ ഇൻസ്റ്റഗ്രാമിനെ കുറ്റം പറയുന്നതാണെങ്കിലും ഈ 24 ആഗസ്റ്റില് ഉസ്ന മാമിന്റെ സ്റ്റോറി കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെയുള്ള കമ്മ്യൂണിറ്റി ഡോക്ടർ സാറിന്റെ ക്ലാസ്, മുംസിന്റെ ഇത്രയും ആൾക്കാരെ പരിചയപ്പെട്ടതും ഇതിലൂടെ തന്നെയാണ്. പക്ഷെ എല്ലാത്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്ന് പറയുന്നത് പോലെ എന്റെ ലൈഫിൽ ഇൻസ്റ്റഗ്രാം പോസിറ്റീവായിട്ട് എനിക്ക് കിട്ടിയ 2024 ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയത്. അതില് സാറ് ഫസ്റ്റ് ക്ലാസ് ഞാൻ ജോയിൻ ആയത്, സാറിലെ ഓരോ ഇയറിൽ നടന്നത് ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് ഇങ്ങനെ ഓരോരുത്തർ ഇന്നേ ദിവസം സാർ എന്നാണ് ചെയ്തത്, ഈ ഇയറിൽ സാർ ഇങ്ങനെ നോട്ട് ചെയ്തത്, അതെനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ആയിരുന്നു. അതെ അതെ, അത് എന്നെ കൂടുതൽ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും ലൈഫിൽ ബിസി ആയിട്ടുള്ള ഇവരൊക്കെ ഇത്രയും ഗ്രേറ്റ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതൊക്കെയാണ് ലൈഫില് പാഠമാക്കി എടുക്കേണ്ടത്. അതല്ലാതെ വ്ളോഗ്സോ ഇങ്ങനെയുള്ള വേറെ ഒരാളുടെ ഹാപ്പിനെസ് കണ്ടിട്ട് ഇതെനിക്കില്ലല്ലോ അതെനിക്കില്ലല്ലോ എന്നുള്ള പിന്നെ ടെൻഷനും പിന്നെ ഇങ്ങനെ സെൽഫായിട്ട് പറയുന്നതൊക്കെ ഒഴിവാക്കി നമ്മളിലുള്ള കഴിവിനെ പുറത്തെടുത്ത് ടൈം മാനേജ്മെന്റ് ചെയ്ത് നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഇപ്പൊ തന്നെ ഞാൻ സാറെ ക്ലാസ് കേൾക്കുന്നതിന് മുന്നേ യൂട്ടിലൈസ് ചെയ്തത് എന്റെ സെൽഫായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സെൽഫ് കോൺഫിഡൻസ് കൂട്ടാൻ പറ്റുന്ന നോട്ട്സ് എഴുതിയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അതുപോലെ ഇതൊക്കെ എന്റെ ഉള്ളിൽ ഉണ്ടെന്ന് എനിക്കിപ്പോ ഇതുപോലെയുള്ള ഫ്രീ സെഷൻസ് കിട്ടുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ സാറിന്റെ ക്ലാസ് വെറും 18 ആൾക്കാർ മാത്രമേ വാച്ച് ചെയ്യുന്നുള്ളൂ. എത്ര ആൾക്കാർ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്, അവരാരും ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവരൊക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ലൈഫ്, ഈ ലോകം എത്ര കളർഫുൾ ആയിരിക്കും, ഇനിയുള്ള ജനറേഷൻ എത്ര പവർഫുൾ ആയിട്ട് നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. അതൊക്കെയാണ് ഇപ്പൊ എന്നെ പോലെ യങ് ആയിട്ടുള്ള മാമാസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എത്രയോ തോട്ട്ഫുൾ ആണ്. ഇതില് നല്ല ഓരോരുത്തരും ഞാൻ വീഡിയോയിലുള്ള ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഇവരൊക്കെ ഇതില് വന്നിരിക്കുന്നത് എന്നാ ഓരോന്ന് കിട്ടാൻ ലൈഫിൽ മാറ്റം വരുത്തണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ ഇതുവരെ എന്നെ പോലെ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ല ഇവരൊക്കെ ഇതൊക്കെ വാച്ച് ചെയ്യണം, എന്നിട്ട് ഇതിലേക്ക് വരണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. താങ്ക് യു സോ മച്ച് സർ. ഇതുപോലെയുള്ള ഫ്രീ സെഷൻ ആണെങ്കിലും എത്രയോ നോളജ് ഇതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോച്ചാവാനുള്ള ഭാവി ഉണ്ടെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഉണർത്താണ്. താങ്ക് യു സർ. അതിനുള്ള എല്ലാ പ്രിപ്പറേഷൻസും ഞാൻ ചെറിയ ചെറിയ സ്റ്റെപ്പ് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എടുക്കുന്നു. അതന്നെ ഇത് ശരിക്കുണ്ടല്ലോ, ഇങ്ങനെ നിങ്ങൾ ഏത് ഫ്രീ സെഷൻസ് ഉണ്ടെങ്കിലും നമ്മളുടെ വാല്യൂസ് ഹോൾഡ് ചെയ്യുന്ന ഫ്രീ സെഷൻസ് ആണെങ്കിൽ അതിൽ കയറിയിട്ട് ഇതേപോലെ സംസാരിച്ച് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത്. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഓൺലൈനിൽ കുറച്ച് ആൾക്കാരെ മുന്നിൽ സംസാരിച്ചത് ഗൈഡഡ് കോഡിലാണ്, 23ാമത്തെ ബാച്ച്. ഞാൻ മാമാസ് കിൻഡത്തിൽ തുടങ്ങി അതിലെ ഒരു 400 ആൾക്കാരെ മുന്നിൽ സംസാരിച്ചു. ഇപ്പോ ഗൈഡഡ് ടോക്കിന്റെ സൺഡേ സെഷനിൽ 500 ഫുൾ ആയിരിക്കുമല്ലോ സൂമില്, അതിലും സംസാരിച്ച്. അതൊക്കെ ഓഡിയോ ആയിട്ടും സംസാരിച്ചിന്, വീഡിയോ ആയിട്ടും. ഇനി ഇൻഷാല്ല കുറച്ചും കൂടി ഇതിലും വലിയ ക്രൗഡ് അതന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോ ഞാൻ എന്റെ ഫോണിൽ വെച്ചിട്ട് മാത്രം സംസാരിക്കുന്നത്. ഇനി ഞാൻ ഈ സ്കൂൾ ലൈഫിലൊക്കെ എന്നെ മിസ് ചെയ്ത ഒരു കാര്യമുണ്ട്, സ്റ്റേജിൽ സംസാരിക്കുക, ജേഴ്സി ഗൈഡ് ഇങ്ങനത്തെ എല്ലാ കാര്യത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഫുൾ 100% ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. കല്യാണം കഴിഞ്ഞതോടെയാണല്ലോ ഒന്ന് ബാക്കൗട്ട് ആയത്. പക്ഷെ അതിലേക്ക് തന്നെ തിരിച്ചു വരും. കുട്ടികളൊന്നും ഒരിക്കലും ഒരു തടസ്സമല്ല എന്ന് ഞങ്ങൾക്ക് ഉസ്ന മാം കാണിച്ചു തന്നതുപോലെ ഇൻഷാല്ല അതൊക്കെ ഫോളോ ചെയ്യണം. കുട്ടികളൊന്നും ഒരു തടസ്സമല്ല, തടസ്സമല്ല. അതാണ് സപ്പോർട്ടീവ്. അതെ അതെ. ഇതുവരെ അങ്ങനെയുള്ള തെറ്റായ ചിന്താഗതിയിലൂടെ ആയിരുന്നു പോയത്. ഇൻഷാല്ല നിങ്ങളെ പോലെയുള്ള ഇത്രയും വലിയ വലിയ ആൾക്കാരുടെ അടുത്തു നിന്നാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. താങ്ക് യു സോ മച്ച് സാർ. എന്നെ മോട്ടിവേറ്റ് സാർ ഇങ്ങനെ എന്റെ സെൽഫിനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഇനിയും എഫേർട്ട് ഇടണം എന്നുള്ള തിങ്കിങ് ആണ് വരുന്നത്. ഈ ഒരു ചിന്താഗതി മാത്രം മതി ജീവിതത്തിൽ വളരാൻ വേണ്ടി. നമ്മൾ എന്താ പറയുക, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ കമ്പാരിസൺ തോട്ട്സ്. നമ്മളിപ്പോ ഇന്ന് ഞാൻ എൻ്റെ കൂടെ ഉള്ള ഒരാളോട് സംസാരിച്ചപ്പം, സെഷൻസ് ഒക്കെ എടുത്ത് പരിചയമുള്ള ഒരാളോട് ഫോണിൽ സംസാരിച്ച സമയത്ത് പറയാണ്, 2 ആളുകള് ഒരേ സമയത്താണ് ഒരു വീഡിയോ ക്രിയേഷനും സംഭവങ്ങളൊക്കെ തുടങ്ങിയത്. ഇൻസ്റ്റയിൽ വീഡിയോ ഇടലും അതിൽ ത്രൂ കോച്ചിങ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഒരേ സമയത്ത് ഒരേ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർക്ക് 2 2 ടൈപ്പ് റിസൾട്ട്. അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയോ, ഓല് ഓട്ടോമാറ്റിക്കലി അതെന്താ എനിക്ക് മാത്രം റിസൾട്ട് കിട്ടാത്തത്, ഓൽക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താ അറിയോ, അവരിലേക്ക് നോക്കുന്നതിന് പകരം ഇവര് 2 ആള് തുടങ്ങിയ സമയത്ത് എവിടെ നിന്നായിരുന്നു ഇവര് തുടങ്ങിയത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1000 ഫോളോവേഴ്സ് തുടങ്ങിയ ആൾക്ക് ഇപ്പം 6000 ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. പക്ഷെ അവര് നോക്കുന്നത് എന്താ അറിയോ, മറ്റേ ആൾക്ക് 100 ഇപ്പം 1,00,000 ഫോളോവേഴ്സ് ആയല്ലോ, അപ്പം ഞാനും ഓലും ഒരേ എഫേർട്ടല്ല എടുക്കുന്നത്. അങ്ങനെയുള്ള കമ്പാരിസൺ തോട്ട്സ് നിർത്തിയിട്ട് സ്വന്തത്തിലേക്ക് ശ്രദ്ധിക്കുക. എങ്ങനെ നമ്മൾക്ക് എന്ത് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. അവര് ചിലപ്പം ഇവര് വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമേ ഒരുമിച്ചുണ്ടായേക്കാൻ, മറ്റുള്ള സമയങ്ങളിൽ അവർ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുക്സ് വായിക്കുന്നുണ്ടാവും, ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്ന. അതൊന്നും ഇവര് കാണൂലല്ലോ, ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമേ കാണുന്നുണ്ടാവും. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക്, ആ ബാക്കിൽ നടക്കുന്ന എഫേർട്ടുകളും പ്രയത്നങ്ങളും ടൈമിനെ യൂസ് ചെയ്യുന്നതും ആരും കാണൂല. പുറത്തുള്ള റിസൾട്ട് മാത്രമേ ആൾക്കാർ കാണും. ഓരോ ദിവസവും പുലർച്ചെ എണീച്ച് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സമയം പുസ്തകം വായിച്ചിട്ടും ക്ലാസ്സുകൾ കേട്ടിട്ടുമാണ് അവർക്ക് ഇത്രയും ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് മറ്റേ ആള് ശ്രദ്ധിക്കുന്നില്ല. മറ്റേ ആള് വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഏതെങ്കിലും കണ്ടന്റ് ഒക്കെ കിട്ടി ഇങ്ങനെ എടുത്തു പോണ ആളായിരിക്കും. അങ്ങനത്തെ ആൾക്ക് ഇങ്ങനെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന ടൈമിനെ പ്രോപ്പർ യൂസ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന റിസൾട്ട് കിട്ടൂലല്ലോ. അപ്പൊ ഇതേപോലെ കമ്പാരിസൺ തോട്ട്സ് നിർത്തിയിട്ട് സ്വയത്തിലേക്ക് നോക്കുക, സെൽഫിനെ പറ്റി അനലൈസ് ചെയ്യുക, സെൽഫിന്റെ ടൈം എത്രത്തോളം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ശ്രമിക്കുക. അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് നമ്മളുടെ മേഖല, നമ്മളുടെ ഇഷ്ടപ്പെട്ട, നിങ്ങളിപ്പോ പറഞ്ഞല്ലോ കോച്ചിങ്ങിനോടും ടീച്ചിങ്ങിനോടും ഒക്കെ താല്പര്യമുണ്ട്,
ആ മേഖല കണ്ടെത്തി കഴിഞ്ഞാൽ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. ടൈം സമയത്തിന് ഇൻവെസ്റ്റ് ചെയ്യുക. സമയത്തിന് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓരോ ദിവസവും നിങ്ങൾക്ക് ആ മേഖലയിലുള്ള എനർജി വർദ്ധിക്കും. ആ എനർജി വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ആളുകൾ നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യും. നിങ്ങൾ അങ്ങോട്ട് തേടി പോകേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ വരുമാനങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. അതാണ് ഈ എനർജി വൈസ് അട്രാക്ട് ചെയ്യാന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം ആ ഫീൽഡ് മനസ്സിലാക്കി അതിൽ നോളജും എക്സ്പീരിയൻസും വർദ്ധിപ്പിച്ചെടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഊർജ്ജ തലത്തിൽ ഇമ്പ്രൂവ്മെന്റ് വരും. നമ്മൾക്ക് 40,000 സാലറി കിട്ടുന്ന ഒരാളുടെ മൈൻഡ് സെറ്റും എഫേർട്ടും നോളജും എക്സ്പീരിയൻസും അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 20 ഒരു കോടിയോ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് ഉണ്ടാവുക. അയാളുടെ അറിവിനാണ് നമ്മളിങ്ങനെ എന്ത് സുഖമല്ലേ. ഞാനൊക്കെ പണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ കമ്പനിയിലുള്ള GMന്റെ സാലറി 36,000 ദിർഹംസോ അങ്ങനെ എന്തോ ആയിരുന്നു. ആദ്യം വർക്ക് ചെയ്തൊരു കമ്പനി. 36,000 മീൻസ് ഒരു 7 ലക്ഷം 8 ലക്ഷം റുപ്യ ഉണ്ടാവും, ഒരു 10 ലക്ഷം റുപ്യ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, അയാൾ എന്ത് വർക്കാ ചെയ്യുന്നത്? ചില ഒപ്പുകൾ ഇടുന്നുണ്ട്, ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. പക്ഷേ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ചിലപ്പം അക്കൗണ്ട്സിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ പണ്ട് അക്കൗണ്ടന്റിന് വർക്ക് ചെയ്തത്, അപ്പോൾ ആ സമയത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാനും മൂപ്പരെക്കാട്ടും സമയം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ചെയ്യും. പക്ഷേ ആ ഒരു ലെവലിലേക്ക്, ആ ഒരു തീരുമാനങ്ങൾ എടുക്കാനുള്ള എല്ലാ അറിവുകളും ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യന് 30-35 വർഷം എക്സ്പീരിയൻസ് കൊണ്ടാണ്, 30 വർഷത്തോളം എക്സ്പീരിയൻസ് കൊണ്ടാണ് അയാൾ ആ ലെവലിൽ എത്തിപ്പെട്ടത് എന്നുള്ളത് പിന്നീട് മനസ്സിലായത്. ഞാൻ ആദ്യം വർക്ക് ചെയ്ത കമ്പനിയത്തെ കാര്യമായിട്ടാ പറഞ്ഞത്. പിന്നീട് 6 ലക്ഷം ദിർഹംസ് ശമ്പളം വാങ്ങുന്ന ആൾക്കാരെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത പറ്റി മനസ്സിലായി. ഓരോരുത്തരും അതിനനുസരിച്ച് അറിവും കാര്യങ്ങളും ഉള്ള മനുഷ്യന്മാരാണെന്ന്. ഇങ്ങനെ വെറുതെ നമുക്ക് അതിലേക്കാണ്ട് ആ ഒരു മണിയിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റൂലെന്ന്. സമയത്തിന് യൂട്ടിലൈസ് ചെയ്യുക തന്നെ ചെയ്യാം. ഏതായാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ നീട്ടി പറഞ്ഞു പോയി. ഏതായാലും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? താങ്ക് യു മാം. മുഹമ്മദ് ഫാസിൽ, ഇർഷാദ്. ഇർഷാദ് വന്നിക്കില്ലേ? മേമന്റെ മോനാട്ടോ. ഉമ്മന്റെ അനിയന്റെ മോനാണ്, ഉമ്മന്റെ അനിയത്തിന്റെ മോനാണ്. ഇർഷാദ് എന്തെങ്കിലും പറയാണ്ടോ? നാളെ പരിപാടിക്ക് വരുന്നോ? ഞാന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ കയറിയിട്ടുള്ളല്ലേ? ഓക്കെ. മുഹമ്മദ് ആരെന്തോ പറഞ്ഞല്ലോ. മുഹമ്മദ് ഫാസിൽ ഇത് നമ്മുടെ ഡോപ്പ കോച്ചിങ്ങിന്റെ ആളാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കയറിയ ആരെന്നാണത്? പോയോ? വേറെ ആർക്കും എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? ഷാഹിദ മാം എന്തെങ്കിലും ഫീഡ്ബാക്സ്, എന്തെങ്കിലും എനിത്തിങ്? സർ, ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോളൂ മൂസിന പറഞ്ഞോളൂ. അത് ഭക്ഷണത്തിന്റെ ഒരു കാര്യം. അതായത് ഇപ്പൊ എന്നെ ഒരു ഉസ്താദ് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ആവശ്യമില്ലാതെ ഭക്ഷണം നമ്മുടെ വയറിലേക്ക് കഴിക്കുന്നതും ഒരു ഒഴിവാക്കലായിട്ട് ഉസ്താദ് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കാം, അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിലേറെ ഉണ്ടാക്കരുത്, നമുക്ക് ആവശ്യമുള്ളത് പ്ലേറ്റിലേക്ക് വിളമ്പാവും എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. പക്ഷെ ഇങ്ങനെ രാത്രി വരുന്ന ഭക്ഷണങ്ങൾ ഈ ചില വീട്ടമ്മമാര് ആവശ്യമില്ലാതെ കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവരോടുള്ള ഒരു മനോഭാവം സാറിന് എന്താ പറയാനുള്ളത്? ആവശ്യമില്ലാത്ത ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് അല്ല, ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാനേ പറ്റും. പിന്നെ ഉണ്ടാക്കി വെച്ചെന്ന് വിചാരിച്ചിട്ട് ഒന്നായിട്ട് വയറ് നിറച്ച് കഴിക്കുന്നതും അത് നമ്മളുടെ ദീനപരമായിട്ടൊരു കാര്യം മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം മാത്രമല്ല. നമ്മൾ എത്രത്തോളം അധികം ഭക്ഷണം കഴിക്കുന്നുണ്ടോ ആ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടണം നമ്മളുടെ ശരീരം. നമ്മുടെ കുടലുകൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് അത് ദഹിപ്പിക്കുക. എന്താ സംഭവിക്കുക അറിയോ? ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു എഫേർട്ട് എടുക്കുന്ന സമയത്ത് നമ്മളുടെ എനർജി കുറയും. ദാറ്റ് മീൻസ് നമ്മളുടെ ബോഡി ടയേർഡ് ആകുന്ന സമയത്താണ് നമുക്ക് ഉറക്കം വരുന്നത്. എന്തുകൊണ്ടാണ് ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ ഉറക്കം പെട്ടെന്ന് വരുന്നത്? അത്രത്തോളം ഇപ്പം ബിരിയാണിയോ അങ്ങനത്തെ എന്തെങ്കിലും നല്ല അടിച്ചു കയറ്റി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത്രയും നമ്മളെ ബോഡി എഫേർട്ട് എടുത്തിട്ടാണ് അത് ദഹിപ്പിക്കുന്നത്. ആ ദഹനത്തിന്റെ ആ ഒരു ക്ഷീണം കൊണ്ടാണ് ബോഡിയും മനുഷ്യന്മാരും തളർന്നിട്ട് ഉറക്കമൊക്കെ പെട്ടെന്ന് വരുന്നത്. ഇതും നമ്മളുടെ ദീനപരമായിട്ട് അപ്പം നമ്മളൊരു 80% അല്ലെങ്കിൽ കുറച്ച് ഭാഗം എപ്പോഴും ഒഴിച്ചിടണം എന്ന് പറയുന്നില്ല. അതും ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അതും നമ്മൾ എനർജി വേസ്റ്റേജ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഒരുപാട് ഭക്ഷണം കുറെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഒരുപാട് എടുത്ത് കഴിക്കുന്നതിന് പകരം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ചുണ്ടാക്കാൻ ശ്രമിക്കാൻ പറയാം അങ്ങനത്തെ ആൾക്കാരോട്. അതെ അതെ അതെ. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. വേറെ ആരെങ്കിലും എന്തെങ്കിലും? ബാക്കി ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ കൂടുതൽ കഴിക്കേണ്ട, നമ്മളെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആവേണ്ട ആവശ്യമില്ല. അതെ 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 അതെ.
നമ്മളെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് അല്ല, നമുക്ക് ആവശ്യമില്ല. 1/3 ഫുഡ്, 1/3 വെള്ളം, 1/3 ഒഴിച്ചിടുക എന്നാണ് വിഭജനം ഉള്ളത്. അത് തന്നെയാണ് ഇപ്പൊ ഇവർ ഇക്കിഗായിന്റെ ഒരു പിന്നെ അതിന്റെ റൈറ്റർ ഉണ്ടല്ലോ, ഫ്രാൻസിസ് മിറാലെസ്, അദ്ദേഹം ഒരു ഇതിൽ ഇതേ കാര്യം തന്നെ പറയുന്നുണ്ടായിരുന്നു. 1/3 1/3 1/3 എന്നുള്ളത്. ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് വിശപ്പുണ്ടെങ്കിലാണ് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഒരല്പം വിശപ്പ് അവിടെ ബാക്കി വേണമെന്നാണ് പറയുന്നത്. അതെ സാർ, ജപ്പാനീസ് ഒക്കെ ഇതില് ഇതിലാണ് ശരിക്ക് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ സാറ് പറഞ്ഞ ആ ഒരു ഇതില് ഇതേപോലെ വേറൊരു മെത്തേഡ് ഉണ്ട്. ശരിക്കും തടി കുറയ്ക്കാനും തടി കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ ട്രീറ്റ്മെന്റിന് പോണ സമയത്ത് ഒരു ജാപ്പനീസ് ട്രിക്ക് ആട്ടോ, ഞാനൊരു സ്ഥലത്ത് വായിച്ചതാണ്. ഇത് സംഭവിച്ചാല് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇപ്പൊ ഫോണിൽ കളിച്ചിട്ട് അധികം ആൾക്കാരും അങ്ങനെ ആയിരിക്കും. ഞാനും ചില സമയത്ത് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ടോട്ടലി ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിക്കുക. എങ്ങനെ അറിയോ? അത് ഒരുപാട് കഴിക്കാന്നുള്ളതല്ല. ഒരു 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 പിടി നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് 40 തവണ, മിനിമം 40 തവണ ച്യൂ ചെയ്ത് കഴിക്കാൻ. ചവച്ച് നല്ല ചവച്ച് കഴിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക അറിയോ? നമ്മളെ ശരീരത്തിന് കുറെ നേരം ഭക്ഷണം കഴിക്കാനുള്ള ഒരു മൈൻഡ് കിട്ടൂല. അപ്പോ കുറെ ചവച്ചിങ്ങനെ കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ വയറ് നിറയും, നമ്മളെ മനസ്സ് ടയേർഡാവും ആ കാര്യത്തിനോട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കും. നമ്മൾ ആ ശീലം നല്ലോണം ചവച്ച് കഴിക്കുക എന്നുള്ള ഒരു ശീലം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശരീരം കുറച്ചും കൂടെ വൃത്തിയാവും. അതിന് പകരം വെള്ളം കുടിച്ചു കൊടുക്കുകയും അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പം കാലോറി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ. ഇത് ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കേട്ടതാണ്. ഒരാൾ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജപ്പാനിലുള്ള ഒരു സെന്ററിൽ പോയതാണ്. അപ്പൊ അവിടെ ഭയങ്കര ഫേമസ് ആണ്. അവിടെ ഈ ഹെൽത്ത് വൈസ് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുന്ന ഒരു ഹോസ്പിറ്റൽ പോലെ ഒരു ട്രീറ്റ്മെന്റ്, വെൽനസ് സെന്റർ ആണ്. അവിടെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. 40 പ്രാവശ്യം ഒറ്റ ഒരു ച്യൂ ചെയ്യുമ്പോൾ തന്നെ 40 പ്രാവശ്യം എണ്ണി ചെയ്യാൻ പറയും. വേറെ ഒന്നും ചെയ്യാൻ പറയില്ല അവര്. ഇത് മാത്രം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. എല്ലാ കാര്യത്തിന്റെ ഇടയിലും വാരി വലിച്ച് തിന്നതിന് പകരം, സ്പീഡിൽ കഴിക്കുന്നതിന് പകരം സ്ലോലി സമയമെടുത്ത് ഭക്ഷണത്തിന് മാത്രം ശ്രദ്ധിച്ച് 40 ച്യൂ ചെയ്തിട്ട് ഓരോ ഇറക്കുക ഭക്ഷണം. അപ്പൊ ഇതൊരു മെത്തേഡാണ്. ഇപ്പൊ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിക്കോളൂ എന്നല്ല. തിരക്കിനിടയിലായിരിക്കും ഭക്ഷണം കഴിക്കുക, ഫോൺ നോക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഇടയിൽ നടക്കുള്ളൂ. പക്ഷെ ആവശ്യമുള്ളവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അത് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ജസ്റ്റ് എനിക്ക് ആ ഒരു അറിവ് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയപ്പോൾ ജസ്റ്റ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, ആഡപ്പ് ചെയ്യുന്നുള്ളൂ. എന്നാ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ, ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ഒരു കാര്യം കൂടെ സാർ, ചെറിയൊരു കാര്യം കൂടെ പറയാം. ഈ വാട്ടർ ബോട്ടിൽ നമ്മൾ ബഫേലൊക്കെ പ്രത്യേകിച്ച് ഓരോരുത്തർക്കും ഓരോ ബോട്ടിലാണ് കൊടുക്കാം. ആ ബോട്ടിലുള്ള വെള്ളം ഫുള്ള് കുടിക്കൂല, പകുതിയായിരിക്കും ഒരാൾ കുടിച്ചത്, പിന്നെ അത് അങ്ങോട്ട് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ ബോട്ടിൽ കയ്യിലുണ്ടല്ലോ. അപ്പൊ പിന്നെ എല്ലാവരും അതിൽ നിന്ന് ഓരോരുത്തർ അവരവരെ ബോട്ടിലിൽ നിന്ന് കുടിക്കും. ചിലർ മുഴുവൻ കുടിക്കുന്നവരുണ്ടാവും, പക്ഷെ അധികം ആളുകളും ആ കുപ്പിയിൽ കുറച്ച് വെള്ളം ബാക്കിയുണ്ടാവും. അത് വേസ്റ്റ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ പോണത്. അപ്പൊ വാട്ടർ ബോട്ടിൽ കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ കൊടുത്താലും മതി ആവശ്യത്തിന്. ക്യാന് വെച്ചിട്ട് ആവശ്യമുള്ള എടുക്കുന്ന രീതിയിൽ. അതെ. അതൊക്കെ വെറുതെ ഉള്ള ഒരു വേസ്റ്റുകളാണ്. ഇപ്പൊ പുതുതായിട്ട് വരുന്ന വേസ്റ്റുകളാണ് അതൊക്കെ. ഓക്കെ സാർ, താങ്ക് യു. അസ്സലാമു അലൈക്കും. എന്നാല് വേറെ ഒന്നും പറയല്ല. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ഇവിടെ കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്, അതുകൊണ്ടാട്ടോ. ഏതായാലും താങ്ക് യു ഫോർ ജോയിനിങ് എവരിവൺ. അടുത്ത ആഴ്ച കാണാം. നാളത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, പരിപാടികൾ ഉഷാറായി വരാൻ. അതേപോലെ നാളത്തേക്ക് വരാനുള്ള ആൾക്കാർ തസ്ലീമ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ റഷീദ് സാർ, ഓക്കെ എല്ലാവരോടും. ഷമി മാം, റുമൈസ മാം, ഷാഹിദ മാം, മാം, മുസിന മാം, ഇർഷാദ്, മുബീന, റൂഹി മാം, റുമൈമ മാം, ബജിറ മാം. ഓക്കെ ബൈ, താങ്ക് യു, ഗുഡ് നൈറ്റ്, അസ്സലാമു അലൈക്കും.